60 കിലോമീറ്ററിന് മേളിൽ പോകുന്ന ലോറിക്ക് ഫൈൻ ഇല്ലേ? എന്തുകൊണ്ട് ഫൈൻ ഇല്ല? അപ്പോൾ MVD ഈസ് ഓൺലി ലുക്കിംഗ് അറ്റ് 100 km/h. ഇപ്പോഴത്തെ സിസ്റ്റം ഞാൻ പറയാം. ബട്ട് യൂസ് ചെയ്തിരുന്നെങ്കിൽ ഈ ലോറീനെ സ്പെസിഫിക് ആയിട്ട് ഫൈൻ അടിക്കാം. ഒരു വണ്ടി 100 km/h ആണല്ലോ എല്ലാവരുടെയും ഫേവറേറ്റ് നമ്പർ. 100 km/h. ഞാൻ 100 പോയി. ഇഫ് എ സ്പീഡ് ഇസ് എ കൺസേൺ, നമുക്കെല്ലാം മന്ത്രിമാരുണ്ട്. ആൻഡ് ഈ മന്ത്രിമാർ പോകുന്ന സ്പീഡ് ഹെവി സ്പീഡിലല്ലേ ഇവർ പോണേ. എസ്കോട്ട് ഉള്ള മന്ത്രിമാരുണ്ട്, എസ്കോട്ട് ഇല്ലാത്ത മന്ത്രിമാരുണ്ട്. ഇവരെല്ലാം പോകുന്ന ഹെവി സ്പീഡിലല്ലേ. ഇത്രയും നമ്മൾ ഈ LMV ലൈറ്റ് മോട്ടോർ വെഹിക്കിൾസിനെ ടോർച്ചർ ചെയ്തു. 100 മേളിൽ പോയി. അതിനെയും കാട്ടി എന്ത് ഡേഞ്ചറസ് ആണെന്നറിയാമോ ഈ ട്രക്കുകൾ ഹെവി ഈ ഓവർ സ്പീഡിൽ കയറി പോകണം. ഒരു വണ്ടി 100 പോകുമ്പോൾ 100 km/h, യു ആർ ട്രാവലിംഗ് അറ്റ് 27 meters plus per second. ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യണം എന്താണെന്നറിയാമോ, ഈ സ്പീഡിൽ പോയിട്ടും, അതായത് ഈ തല തെറിച്ച സ്പീഡിൽ പോയിട്ടും ആ മന്ത്രിനെ സേഫായിട്ട് കൊണ്ടെത്തിക്കാൻ പറ്റുന്ന ഒരു ഡ്രൈവർ അവിടെ ഇരുന്നിട്ടുണ്ട്. അപ്പൊ അവന് അങ്ങനെ നോക്കുകയാണെങ്കിൽ MVDയുടെ സ്പീഡാണ് പ്രശ്നം എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ ഓരോ മന്ത്രിയും ഓരോ ദിവസം മരിക്കണ്ടേ? ഈ വാഹനങ്ങളുടെ സേഫ്റ്റിയും അതിൻ്റെ ലീഗൽ സൈഡിനെ പറ്റിയിട്ടും കുറച്ച് എല്ലാവർക്കും അഡ്വൈസ് കൊടുക്കുന്നതും ഒപ്പം തന്നെ അതിന് കുറേ കേസും ഫയൽ ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്നറിയാം. അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. എന്തിനാണ് ശരിക്കും കേസ് നടക്കുന്നത്? അത് ആദ്യം പറയാം. കേസ് നടക്കുന്നത് 1 is on taxation. ഇതിലൊന്നും ഞാൻ ഡയറക്റ്റായിട്ട് ചെയ്തിട്ടില്ല. ബിക്കോസ് ഐ ഡോണ്ട് നോ ദ ലീഗാലിറ്റി. എനിക്ക് ഈ ബാക്ക് എൻഡ് ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥയും ടെക്നിക്കൽ കാര്യങ്ങളെ അറിയുള്ളൂ. കേസ് നടത്തുന്ന ഒരു പ്രോപ്പർ അഡ്വക്കേറ്റ് തന്നെയാണ്, പുള്ളി തന്നെയാണ് അതിൻ്റെ ആളും. ഐ ഹവ് നോട്ട് കം ഇൻ ടു ദ ഫോർ ഫ്രണ്ട് ഓഫ് ഇറ്റ്. സോ നമ്മുടെ ഇന്ത്യയുടെ ഒരു ടാക്സിങ് ഡിഫറൻസിൻ്റെ ഒരു സംഭവമാണ് അത്. വി വിൽ ഹാവ് ടു വെയിറ്റ്. അതിൻ്റെ ഫുൾ കാര്യങ്ങൾ പറയണമെങ്കിൽ അതിപ്പോഴും കോടതിയിൽ കിടക്കുന്ന സംഭവമാണ്. ഇറ്റ്സ് എ ഹ്യൂജ് തിങ്. ഹ്യൂജ് തിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ടാക്സ് മാനിപ്പുലേഷൻ ബൈ ദ സ്റ്റേറ്റ്. നമ്മളൊരു പ്രോഡക്റ്റ് മേടിക്കുമ്പോൾ അതിലൊരു ടാക്സിൻ്റെ പ്രോബ്ലം അത് മെൻഷൻ ചെയ്താണ് ഞാൻ കേസ് ഫയൽ, ഞാനല്ല ത്രൂ എ പേഴ്സൺ കേസ് ഫയൽ ചെയ്തേക്കണേ. അത് ഹൈക്കോർട്ടിൽ കിടപ്പുണ്ട്. അത് ഹൈക്കോടതിന് ഒരു എന്തെങ്കിലും ഒരു ഇതായിട്ട് വി വിൽ കം ഇൻ ടു വൺ മോർ. ദാറ്റ് ഈസ് എൻ എലോബറേറ്റ് സബ്ജക്ട്. ഇറ്റ് ഈസ് നമുക്ക് എല്ലാ സിറ്റിസൻസിനും, ഒരു ബൈക്ക് മേടിക്കുന്ന ഒരു സിറ്റിസണിന് പോലും, ഏറ്റവും വില കുറഞ്ഞ മേടിക്കുന്ന സിറ്റിസണിനും ഇൻവോൾവ്മെൻ്റ് ഉള്ള ബെനിഫിറ്റഡ് ആയിട്ടുള്ള ഒരു കേസാണ്. ഇറ്റ് ഈസ് സംതിങ്, എന്നെ സംബന്ധിച്ചോളം ഇറ്റ്സ് സംതിങ് ഹ്യൂജ്. ഐ വർക്ക്ഡ് ഓൺ ഇറ്റ്. ഞാൻ കേട്ടിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ പരിമിതമായിട്ടുള്ള അറിവിൽ എനിക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ വണ്ടി ഇറക്കുന്ന കമ്പനി, ആ കമ്പനിക്കാർ ഈ വാഹനത്തിന് ഒരു ഫിക്സഡ് എമൗണ്ട് പ്ലസ് ടാക്സ് കാര്യങ്ങളെല്ലാം ഇട്ടിട്ടാണ് ഡീലർക്ക് കൊടുക്കുന്നത്. പക്ഷെ ഡീലർക്ക് കൊടുക്കുമ്പോൾ ഡീലറിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുന്നു. അപ്പം അവിടുന്ന് വീണ്ടും ഒരു ടാക്സ് കാര്യങ്ങളെല്ലാം ഇടുന്നുണ്ട്. അപ്പം ഇതെന്തിനാണ് ഈ ഡബിൾ ടാക്സ്? എന്തിനാണ്, എങ്ങനെയാണ് ഈ ഡബിൾ ടാക്സ് വരുന്നത്? അതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. വെൻ യു ആർ ബൈയിങ് എ കാർ, അത് സബ് 4 meter എബവ് 4 meter ആണ് അതിൻ്റെ ലെങ്ത് വെച്ചാണ് ഈ ടാക്സ് ഡിസൈഡ് ചെയ്യുന്നത്. സോ ബേസിക്കലി നമ്മളൊരു വണ്ടി മേടിക്കുമ്പോൾ അതിൽ ആദ്യമായിട്ട് GST ആണ് വരുന്നത്. ഇപ്പം GSTയുടെ എമൗണ്ട് കുറഞ്ഞു 18%. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അതിൽ വരുന്ന സെസ്സാണ്. സോ ഈ GST എന്ന് പറയുന്നത് പ്ലസ് സെസ് എന്ന് പറയുമ്പം സെസ്സിൻ്റെ എമൗണ്ട് ഇസ് കാൽക്കുലേറ്റഡ് ആൻഡ് GST എമൗണ്ട് ഇസ് കാൽക്കുലേറ്റഡ്. ഈ സബ് 4 meter ആണെങ്കിൽ കുറച്ച് സെസ്, മറ്റേതാണ് ഇപ്പോൾ യൂഷ്വലി 18 to 22%. അതായത് ഇപ്പോൾ സബ് 4 meter വണ്ടിയാണെങ്കിൽ 18, മറ്റേതാണെങ്കിൽ 22. അങ്ങനെ ഒരു എക്സാക്ട് എമൗണ്ട് ഒന്നും അല്ല ഞാൻ പറയണേ. സോ ഇപ്പോൾ ഒരു 10 ലക്ഷം രൂപ മേടിക്കുകയാണെങ്കിൽ ടാക്സ് GST പ്ലസ് ഇതും കൂടെ ആകുമ്പോൾ 18 + 22 എന്ന് തന്നെ വയ്ക്കുക. 18 + 22 ഇസ് ഹൗ മച്ച്, ലൈക്ക് 10, 28, 32%. 32% ആകുമ്പോൾ നമുക്കൊരു ടാക്സ് ഫ്രെയിം അതിൽ ഓൾറെഡി ആഡ് ചെയ്താണ് ഈ വണ്ടി നമ്മുടെ ഷോറൂമിൽ വരുന്നത്. 35 തന്നെ വെക്ക്. 35% ആഡ് ചെയ്തിട്ടാണ് ഇപ്പോൾ കുറച്ചതിന് ശേഷമാണ് നോട്ട് ഫോർ ഓൾ വെഹിക്കിൾസ് അഗെയിൻ വരുന്നത്. അപ്പോൾ നമുക്ക് എക്സ് ഷോറൂം എന്ന് പറഞ്ഞ് കൺവേ ചെയ്യുന്ന ആൾക്കാർ, നമ്മളിപ്പോൾ വണ്ടി മേടിക്കുന്ന എനിക്ക് പേഴ്സണലി ഉറപ്പുണ്ട് ഒരു 50% + ആൾക്കാർക്ക് ഈ എക്സ് ഷോറൂം എന്ന് പറഞ്ഞ പ്രൈസിൻ്റെ അകത്ത് GSTയും സെസ്സും ആഡ് ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ല. സെസ് ആഡ് ചെയ്തിട്ടുണ്ട്. സോ യു ആർ ഓൾറെഡി പെയ്ഡ് ഒരു 10 lakhsന് ഒരു 3.5 lakhs സെസ്സും GSTയും അടച്ചിട്ടുണ്ട്. നമ്മൾ അങ്ങനെയാണ് എക്സ് ഷോറൂം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. സോ ഇൻഡസ്ട്രിയുടെ ഒരു ട്രിക്ക് ആയിരിക്കാം
നോട്ട് കൺവേയിങ് ടു ദ കസ്റ്റമർ ദാറ്റ് നിങ്ങളുടെ മെഷീൻ്റെ വാല്യൂ 10 ലക്ഷം പ്ലസ് GST പ്ലസ് സെസ് എന്നൊക്കെ പറഞ്ഞുമ്പോഴത്തേക്ക് കസ്റ്റമർ 13 ലക്ഷം 3 ലക്ഷം 4 ലക്ഷം രൂപ ടാക്സ് ഓൾറെഡി കൊടുത്തോ. ഇതാണ് എക്സ്-ഷോറൂം കമ്മ്യൂണിക്കേഷൻ. എക്സ്-ഷോറൂം കഴിഞ്ഞാൽ പിന്നെയും വരും ഈസ് യുവർ റോഡ് ടാക്സ്. ആ റോഡ് ടാക്സും വലിയ വണ്ടിയാണെങ്കിൽ 20%, മറ്റേ ചെറുതാണെങ്കിൽ 13%, ഡിപ്പെൻഡ് ഫ്രം സ്റ്റേറ്റ് ടു സ്റ്റേറ്റ്. നമ്മൾ ഫയൽ ചെയ്തിരിക്കുന്നത്, നമ്മളല്ല, എൻ്റെ ഫ്രണ്ട് ഫയൽ ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത്, ഫയൽ ചെയ്തിരിക്കുന്ന കേസ് എന്ന് പറയുമ്പോൾ ചില സ്റ്റേറ്റുകൾ ഗുജറാത്ത്, പഞ്ചാബ്, ഛത്തീസ്ഗഡ്, ചണ്ഡീഗഡ്, ഛത്തീസ്ഗഡ്, എനിക്ക് ആ മൂന്നാമത്തെ സ്റ്റേറ്റ് ഉറപ്പില്ല. ഈ 3 സ്റ്റേറ്റും നമ്മൾ വണ്ടി മേടിക്കുമ്പോൾ ഈ സെസ് എന്ന് പറയുന്ന എമൗണ്ട് ഇല്ലേ, സെസ്സും GST എന്ന് പറയുന്ന എമൗണ്ടിൻ്റെ 10 ലക്ഷം രൂപ ആദ്യത്തെ വണ്ടിയുടെ ആക്ച്വൽ മെഷീൻ വാല്യൂ ഇല്ലേ, അതിൽ നിന്നാണ് റോഡ് ടാക്സ് അടിക്കുന്നത്. അതായത് 10 lakhs പ്ലസ് റോഡ് ടാക്സ് 13% ആണെങ്കിൽ 13%, 20% ആണെങ്കിൽ 20%, whatever അടിക്കുന്നത്. ബട്ട് ബാക്കി ഈ പറഞ്ഞ റെസ്റ്റ് ഓഫ് ദ സ്റ്റേറ്റ്സ് 25, 26 സ്റ്റേറ്റ്സ് whatever, ഇവരെല്ലാവരും ചെയ്യുന്നത് ഈ ടാക്സ് ഫാക്ടർ ഉള്ള എമൗണ്ട് ഇല്ലേ, അതായത് എക്സ്-ഷോറൂം പ്രൈസ്, അതിന്ന് പിന്നെ റോഡ് ടാക്സ് അടിക്കും, അഡീഷണൽ. സോ 13.5 ലക്ഷം രൂപയുടെ നമ്മൾ 15% റോഡ് ടാക്സ് നോക്കിയാൽ 13.5 ലക്ഷം രൂപയുടെ 15%, 10 ലക്ഷം രൂപയുടെ 15%-ൻ്റെയും ഡിഫറൻസ് എത്രയാണെന്ന് നോക്കൂ. വേറെ ടാക്സ് ഓൺ ടാക്സസ് ഐ തിങ്ക് ഇറ്റ്സ് ഇല്ലീഗൽ ഇൻ ഇന്ത്യ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തിനാണ് ഒരു വണ്ടി മേടിക്കുമ്പോൾ ഓൾറെഡി GSTയും ഇതും അതിൻ്റെ പുറത്ത് ആ GST വാല്യൂവിന് നമ്മൾ റോഡ് ടാക്സ് കൊടുക്കണേ, അല്ലെങ്കിൽ സെസ് വാല്യൂക്ക് റോഡ് ടാക്സ് കൊടുക്കണേ. നമുക്ക് മെഷീൻ മാത്രം മേടിച്ചാൽ പോരെ, മെഷീൻ്റെ ടാക്സ് കൊടുത്താൽ പോരെ റോഡ് ടാക്സ് ആയിട്ട്. സോ ദാറ്റ് ഈസ് അങ്ങനെ ഒരു 3 സ്റ്റേറ്റ് ഓൾറെഡി അങ്ങനെ ചെയ്യുമ്പോൾ ഈ ബാക്കി 26 പേരാണോ തെറ്റ്, അതോ ആ 3 പേരാണോ തെറ്റ്, ദാറ്റ് ഈസ് ഓൾ ഫോർ കോർട്ട് ടു ഡിസൈഡ്. ആൻഡ് ഇറ്റ് ഈസ് ട്രാൻസ്പാരൻ്റ് ആയിട്ട്. ഇപ്പം ഞാൻ പറയുമ്പോൾ സിമിക്ക് മനസ്സിലായില്ലേ ഞാൻ എന്താ പറയുന്നത്. ടാക്സ് വാല്യൂ ഉണ്ട്, ടാക്സ് വാല്യൂവിൻ്റെ മേളിലാണ് നമ്മൾ പിന്നെയും ടാക്സ് അടയ്ക്കുന്നത്. സോ വൈ ടാക്സ് ഓൺ ടാക്സ്, മെഷീനിന് ടാക്സ് ചെയ്താൽ പോരെ. ഇപ്പം എല്ലാ യങ് ജനറേഷൻസും മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്, വാഹന മോഡിഫിക്കേഷൻ എന്നുള്ളത്. മോഡിഫിക്കേഷൻ അനുവദിക്കാത്തത് എന്തുകൊണ്ടായിരിക്കാം? മോഡിഫിക്കേഷൻ അനുവദിക്കാത്തത്, മോഡിഫിക്കേഷൻ എന്ന് പറയുന്ന സാധനം സെൻട്രൽ ഗവൺമെൻറ് ആക്ച്വലി കുറേ ARI എന്ന് പറഞ്ഞൊരു നമ്മുടെ ഒരു ഫോമിംഗ് ബോഡിയുണ്ട്. ARI ഓട്ടോമോട്ടീവ് റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ, അങ്ങനെ ആണ്. ഓക്കെ, സോ അതിൽ അവർ കറക്റ്റായിട്ട് ഒരു വണ്ടിക്ക് എന്തൊക്കെ പാടുണ്ട്, പിന്നെ ബേസിക്കായിട്ട് ഒരു വണ്ടി ഒരു മാനുഫാക്ചറർ തരുന്നു, നമുക്ക് ഉണ്ടാക്കി തരുന്നു. ലെറ്റ്സ് സേ എനി ബ്രാൻഡ്, പേര് ഞാൻ പറയുന്നില്ല, അവരൊരു 300 എൻജിനീയേഴ്സ് പ്ലസ് ആണ് ഈ വണ്ടിയിലിരുന്ന് R&D ചെയ്ത് ഇറക്കുന്നത്. മോഡിഫിക്കേഷൻ ചെയ്യുമ്പോൾ അതിൽ ഒരുപാട് സേഫ്റ്റി ഫാക്ടേഴ്സ്, ഗവൺമെൻറ് പറയുന്ന ഒരുപാട് നോംസ് എല്ലാം ഭയങ്കര കെയർഫുള്ളായിട്ടും ഓരോ ക്രോഡ്സ് ആൻഡ് ക്രോഡ്സ് ഓഫ് എമൗണ്ട് സ്പെൻഡ് ചെയ്തിട്ടാണ് ഒരു ബമ്പർ പോലും ഒരു വണ്ടിക്ക് ഡിസൈൻ ചെയ്ത് വെക്കുന്നത്. സോ ഈ ക്രോഡ്സ് ആൻഡ് ക്രോഡ്സ് സ്പെൻഡ് ചെയ്ത് ഡിസൈൻ ചെയ്യുന്ന ഒരു കമ്പനിയുടെ എഫേർട്ട് എടുത്ത് ഡിസൈൻ ചെയ്യുന്ന ഗവൺമെൻറ് പെർമിഷൻ കിട്ടാൻ വേണ്ടിയാണ്. പെട്ടെന്ന് അത്രയും മാത്രം ആ കമ്പനീസിനെ ടൈറ്റ് ചെയ്ത് ഗവൺമെൻറ് പിടിച്ചേക്കുക. അതായത് നീക്ക് ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി, ആൾക്കാരുടെ സേഫ്റ്റി ഈസ് ഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞ് ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് ഗവൺമെൻറ്റിന് പറയാൻ പറ്റുമോ, നിങ്ങൾ പുറത്തിറക്കിക്കോ, ഗവൺമെൻറ്റിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയാം, നിങ്ങൾ പുറത്തിറക്കിക്കോ, എന്നിട്ട് ഈ ഒരു ഇൻഡസ്ട്രി, മോഡിഫിക്കേഷൻ ഇൻഡസ്ട്രി കൂടെ നടന്നോട്ടെ, ബട്ട് ഇതെല്ലാം കൂടെ മാറ്റിക്കോ എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ ലോജിക്ക് ഇല്ലല്ലോ. ഒരു ബമ്പർ ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, ബമ്പറിൻ്റെ മെറ്റീരിയൽ ഹാസ് ടു ബി സോഫ്റ്റ് മെറ്റീരിയൽ, ഫൈബർ മെറ്റീരിയൽ ആയിരിക്കണം. ഫൈബർ മെറ്റീരിയൽ എന്ന് പറയുമ്പം ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ അത് കൊളാപ്സ് ആവണം. ഓക്കെ, അത് കൊളാപ്സ് ആയിട്ട് ക്രംബിൾ സോൺ എന്നൊക്കെ പറയും. അതായത് ഒരു വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ ഈ ബമ്പർ, നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂ, ഒരു ഡ്രൈവർ പോയിന്റ് ഓഫ് വ്യൂവിൽ പറയണമെങ്കിൽ ഇത് ഇടിച്ച് ഇമ്പാക്റ്റ് സക്കിൻ ചെയ്ത് എൻജിൻ ബ്ലോക്കൊക്കെ പൊടിഞ്ഞു പോയി ഈ ക്രംബിൾ സോണിൽ വണ്ടി വന്നു. അത്രയും സമയം ആ സ്ട്രെസ് വണ്ടി എടുക്കുക, നമ്മൾ ഇമ്പാക്റ്റ് എടുക്കുമ്പോൾ ആ സ്ട്രെസ് വണ്ടി എടുക്കുന്നത് പൊടിഞ്ഞു പോയി നമ്മുടെ ക്യാബിൻ സേവ് ചെയ്യും. നമ്മളെ ക്യാബിൻ്റെ അത് മറ്റേ എയർ ബാഗ് പൊട്ടി നമ്മൾ സേവ് ചെയ്യും. അതാണ് ഇത്. സോ ഇതെല്ലാം ആ ക്രംബിൾ സോൺ കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ വെരി 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 ഇൻട്രൻസിക് കാൽക്കുലേഷൻസ് ആണ്. അപ്പോൾ മെറ്റീരിയൽ, ആ സൈഡിൽ വെക്കുന്ന മെറ്റീരിയൽ, ബോണറ്റിൻ്റെ മെറ്റീരിയൽ എല്ലാം പൊടിഞ്ഞു പോണ രീതിയിലാണ് അതിൻ്റെ ഇമ്പാക്റ്റ് അബ്സോർവ് ചെയ്ത് ചെയ്യുന്ന രീതിയിൽ ക്രേസി കാൽക്കുലേഷൻ വെച്ചാണ് ഇതൊക്കെ ഉണ്ടാക്കി വെക്കുന്നത്. എൻ്റെ കയ്യിലത് താറായിരിക്കണേ, താറിൽ ഞാൻ ഈ ബമ്പറൊന്നും മാറ്റിയിട്ടില്ല, ബട്ട് ബമ്പർ മാറ്റുന്ന
ആൾക്കാരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആ ബമ്പർ മാറ്റുമ്പോൾ നിങ്ങൾ ആ ക്രംബിൾ സോണിൻ്റെ കംപ്ലീറ്റ് കെമിസ്ട്രി മാറ്റുക. ഇത് ഈ ക്രംബിൾ സോണിൻ്റെ കാര്യം ഇല്ല. പിന്നെ ബമ്പർ മാറ്റുന്നത് പല പല ലെവൽസ് ഓഫ് ബമ്പേഴ്സ് മാറ്റാം നമുക്ക്. ബമ്പറിൻ്റെ കാര്യം മാത്രമേ ABS എയർ ബാഗ് വർക്ക് ചെയ്യണമെന്നില്ല. മനസ്സിലായില്ലേ? അങ്ങനത്തെ ആക്സിഡൻസ് ഇപ്പൊ കുറേ ആയിട്ട് കാണുന്നുണ്ട്, എയർ ബാഗ് വർക്ക് ചെയ്യാതെ വരുന്നത്. സീറ്റ് ബെൽറ്റ് ഇടാതെ ആണെങ്കിലും എയർ ബാഗ് വർക്ക് ചെയ്യില്ല. സോ എയർ ബാഗ് വർക്ക് ചെയ്യണമെന്നില്ല. ഇതൊക്കെ ഞാൻ പറഞ്ഞത് ഈ മോഡിഫിക്കേഷൻ കാരണം നമുക്കുണ്ടാവുന്ന ആസ് എ ഓണർ ഓഫ് ദ വെഹിക്കിൾ നമുക്കുണ്ടാവുന്ന ബുദ്ധിമുട്ട്. എയർ ബാഗ് വർക്ക് ചെയ്യില്ല, നെഞ്ച് പോയി ഇടിച്ച് ഡെത്ത് വരെ ഉണ്ടാവും, ജസ്റ്റ് ബിക്കോസ് യു ഓൾട്ടർഡ് ദ ബമ്പർ. നമ്മൾ ഇടിക്കുന്ന ആളുടെ അവസ്ഥ ആലോചിച്ച്, നമ്മൾ ഈ സ്റ്റീൽ ബമ്പറും വെച്ചു, നമ്മൾ വിചാരിക്കണത് എന്താ, ഈ വണ്ടി ഭയങ്കര സ്ട്രോങ് ആയെന്നാ. സ്റ്റീൽ ബമ്പർ വെക്കുമ്പോൾ ഇത് പൊടിഞ്ഞു പോവാത്തതിൻ്റെ ഇടിക്കുമ്പോൾ കോൺടാക്ട് ചെയ്യുന്നത് ഒരാളെയാണ് ഇടിക്കുന്നതെങ്കിൽ, സ്റ്റീൽ ബമ്പർ ഇടിക്കുന്നതെങ്ങനെ ഫൈബർ ബമ്പർ ഇടിക്കുന്നത് രണ്ടും രണ്ടാണ്. അയാൾക്ക് ഒന്നും പറ്റില്ല. അതായത് ഒന്നും പറ്റില്ല എന്നല്ല, ദാറ്റ് ഈസ് അക്കോർഡിംഗ് ടു സ്പീഡ് ആൻഡ് എവരിതിങ്. അയാൾക്ക് ലെസ് ഡാമേജ് ആയിരിക്കും. പുറത്തൊരാളെയാണ് ഇടിക്കുന്നെങ്കിൽ സ്റ്റീൽ ഇടിക്കുന്നതും ഈ ക്രംബിൾ സോണിലുള്ള ഈ ഫൈബർ ബമ്പർ ഇടിക്കുന്നതും അയാൾക്ക് ലൈഫ് സേവിങ്ങിൻ്റെ പോസിബിലിറ്റീസ് ആർ വെരി ഹൈ വെൻ ഇറ്റ് ഇസ് ഒറിജിനൽ പ്രോഡക്ട്സ്. അതായത് ഒറിജിനൽ എക്യുപ്മെൻറ്റ് മാനുഫാക്ചറർ, ടൊയോട്ട, മർസിഡീസ്, ഏത് കമ്പനി ആയിക്കോട്ടെ, അവർ തരുന്ന പ്രോഡക്ട്സ് വിൽ ബി ഓൾവേസ് സേഫർ ഫോർ ബോത്ത്, അകത്തിരിക്കുന്ന ആൾക്കും പുറത്തിരിക്കുന്ന ആൾക്കും. സോ നമ്മൾ മോഡിഫൈ ചെയ്യുമ്പോൾ ഗവൺമെൻറ് ഹാസ് ഇറ്റ്സ് ലിമിറ്റേഷൻസ് ടു സേ യെസ്. CM പറഞ്ഞു, പിള്ളേർക്കെല്ലാം ഇഷ്ടപ്പെട്ടു, ദാറ്റ്സ് ആക്ച്വലി ഗുഡ്, ബിക്കോസ് നമുക്കത് മോഡിഫിക്കേഷൻ ചെയ്യാം. ബട്ട് എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ മോഡിഫിക്കേഷൻ ചെയ്യുന്ന, നമ്മുടെ പ്രളയകാലത്ത് ഇവർ വണ്ടി ഇറക്കി നമ്മളെല്ലാവരെയും സഹായിച്ചതാണ്. അങ്ങനത്തെ വണ്ടിയുള്ളവരുണ്ട്. ഓക്കെ, സോ ലെറ്റ് ദം മോഡിഫൈ ആൻഡ് യൂസ് ഇറ്റ്. അവർക്കത് ആ വണ്ടി യൂസ് ചെയ്യാനായിട്ട് സ്പെസിഫിക് സോൺ വല്ലതും കൊടുക്കേണ്ടി വരും. ഇറ്റ്സ് എ പൊളിറ്റിക്കൽ തിങ്. എനിക്കതിൽ ഇൻവോൾവ് ചെയ്യാൻ റോഡുകൾക്ക് പറ്റില്ല. അല്ല, കേരളത്തിലെ റോഡല്ല, ഒരു റോഡുകൾക്കും നമ്മൾ ബാക്കിയുള്ള ആൾക്കാർ യൂസ് ചെയ്യുന്ന റോഡുകൾക്ക് അത് ഞാൻ പറഞ്ഞില്ലേ, നമുക്കും സേഫ് അല്ല, അവർക്ക് സേഫ് അല്ല. പ്രൊഫഷണലായിട്ട് മോഡിഫൈ ചെയ്യുന്നതിന് തെറ്റൊന്നുമില്ല. ബട്ട് ഗിവ് ദിം ദ സ്പേസ്. അവർക്ക് ആ വണ്ടി ഉപയോഗിക്കാനായിട്ടൊരു സ്പേസ് കൊടുക്കേണ്ടി വരും, നോട്ട് വിത്ത് ജനറൽ പബ്ലിക്. അതാണ് ഗവൺമെൻറ്റിൻ്റെ പ്രോബ്ലം. നമ്മളിപ്പോൾ CMനെ ചീത്ത വിളിച്ചിട്ടോ ആരെ ചീത്ത വിളിച്ചിട്ടും കാര്യമില്ല. വെൻ യു മോഡിഫൈങ്, യു ആർ ഓൾട്ടറിങ് ദ കംപ്ലീറ്റ് എഞ്ചിനീയറിംഗ് സൈഡ് ഓഫ് എ വെഹിക്കിൾ. മനസ്സിലായില്ലേ? അത് എഞ്ചിനീയറിംഗ് സൈഡ് നിങ്ങൾ മോഡിഫൈ ചെയ്യുന്നത് അത് പ്രൊഫഷണൽ ആണോ നോൺ പ്രൊഫഷണൽ ആണോ എന്നൊന്നും ജഡ്ജ് ചെയ്യാനായിട്ടൊന്നും പാടാണ്. അതിനകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. കേരള ഗവൺമെന്റിന് ചെയ്യുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട്, ഇത് കേന്ദ്രത്തിലാണ് എന്നുള്ളതും കൂടെ ഉണ്ട്. ഒബ്വിയസ്ലി ലിമിറ്റേഷൻസ് ഉണ്ട്. പിന്നെ കേന്ദ്രത്തിൻ്റെ അടുത്ത് വിളിച്ച് എനിക്കിത് രാഷ്ട്രീയമൊന്നും അറിയില്ല കേട്ടോ. ഞാൻ പറയാം, കേന്ദ്രത്തിൻ്റെ വിളിച്ച് നമ്മളിങ്ങനെ ഇത്രയും സ്ട്രിഞ്ചൻ്റ് ആയിട്ട് നോംസ് വെച്ചേക്കുന്ന ഒരുപാട് കാൽക്കുലേഷൻസ്. ഈ മൾട്ടി ക്രോർ ഇൻഡസ്ട്രിയാണ് ഈ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി എന്ന് പറയുന്ന സംഭവം. ആ ഇൻഡസ്ട്രീനെ തന്നെ ഇത്ര ടൈറ്റ് ചെയ്താണ് സെൻട്രൽ ഗവൺമെൻറ് വെച്ചേക്കുന്നത്. സേഫ്റ്റി, പൊല്യൂഷൻ, എമിഷൻ എന്നൊക്കെ പറഞ്ഞ് ഇത്രയും വെച്ചിട്ട് ഈ ടൈറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഈ ഇൻഡസ്ട്രീൻ്റെ അടുത്ത് പെട്ടെന്ന് ഇവിടെ നിന്നൊരു CMO വിളിച്ച് അവിടെ വന്നിട്ട് ഈ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ ഒരു മോഡിഫിക്കേഷൻ വേണമെന്ന് ആര് കേൾക്കാൻ പോണു? മനസ്സിലായില്ലേ? ഇറ്റ് ഡസൻറ്റ് ഹാപ്പൻ ദാറ്റ് വേ. ബട്ട് ഇറ്റ്സ് എൻ ഓൾട്ടർനേറ്റ് ഇൻഡസ്ട്രി. അതിൻ്റെതായ സ്പേസ് കൊടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഇറ്റ് എൻ്റർടൈൻ ചെയ്യണം. ബിക്കോസ് ഇത് ഞാൻ പറഞ്ഞില്ലേ, ലിവിങ് പ്രൂഫ്. ഇതിപ്പോൾ വേറൊരു സ്റ്റേറ്റിന് ഈ മോഡിഫിക്കേഷൻ ചെയ്ത വണ്ടികളെ കൊണ്ട് ലിവിങ് പ്രൂഫില്ല. നമുക്ക് മലയാളീസിന് കേരളത്തിൽ പ്രളയത്തിന് ഉണ്ട്. We have a proof in front of us. So we have to give them space. Adina politically they have to think about it. നമുക്ക് എന്തെങ്കിലും ഒരു കോൾ വരികയാണെങ്കിൽ അസിസ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ. വി ക്യാൻ ഓൺലി ഗിവ് ദം ഐഡിയാസ് ഓൺ ഹൗ ടു ഗോ ഫോർവേഡ് വിത്ത് ദിസ്. പിന്നെ ഇപ്പോൾ CM പറഞ്ഞുകൊണ്ട് MBD അയച്ചേക്കുന്ന ലിസ്റ്റ് കണ്ടിട്ട് എനിക്ക് ചിരിക്കാനാണ് തോന്നിയത്. ബിക്കോസ് ദാറ്റ് ഇസ് എ ലിസ്റ്റ് ഓഫ് ആക്സസറീസ്. ഒരു 12 അത് ഐ ഫീൽ ദാറ്റ് ഇസ് എ ലിസ്റ്റ് ഓഫ് ആക്സസറീസ്. അതും മോഡിഫിക്കേഷനായിട്ട് ബന്ധമില്ല. ഫ്ലോർ മാറ്റ് ഏത് വണ്ടിയിലാണ് ഇടാത്തെ? ഫ്ലോർ മാറ്റ് ഇട്ടോ എന്ന് പറഞ്ഞാൽ മാത്രമേ ഫ്ലോർ മാറ്റ് ഇടാൻ പറ്റും. ഫ്ലോർ മാറ്റ് ഇടാൻ പറ്റും, സ്റ്റിയറിംഗ് കവർ ഇടാൻ പറ്റും. ദാറ്റ് ഇസ് ഓൾ. എനിക്ക് പിള്ളേരെ ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്ത പോലെ എനിക്ക് തോന്നി. ദാറ്റ് വാസ് എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ആണ്. ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് ഇൻസൾട്ട് ചെയ്തു, എനിക്ക് തോന്നി, ഞാൻ പറഞ്ഞു. ഓക്കെ. അതേപോലെ തന്നെ ഇപ്പം നേരത്തിൽ ഇറങ്ങുന്ന കുറേ വാഹനങ്ങൾക്ക് കുറച്ചധികം ഫെസിലിറ്റീസ് ഉണ്ട്. ഇപ്പം സ്ക്രീൻ ആണെങ്കിലും ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് സോങ് പ്ലേ ചെയ്യുന്നതാണെങ്കിലും ഈ 360 ക്യാം വർക്ക് ചെയ്യുന്നതാണെങ്കിലും ഒക്കെ ഉണ്ട്. പക്ഷെ അതിനൊരു ദോഷവശം കൂടി ഇല്ലേ?
100%. സി ഇൻഡസ്ട്രി, നമ്മുടെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ഗ്രോ ചെയ്ത് ഗാഡ്ജറ്റ്സ് ഭയങ്കരമായിട്ട് ആൾക്കാരിലേക്ക് കൊണ്ടെത്തിച്ചു. ഓക്കെ, ഫോർ എക്സാമ്പിൾ അഡ്വാൻസ്ഡ് എയ്ഡാസ് എന്ന് പറയുന്ന സാധനം, അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റ്, അതിൻ്റെ ഫുൾ ഫോം പെട്ടെന്ന് മനസ്സിൽ വരില്ല. എയ്ഡാസ് ഭയങ്കര ഫേമസ്, എയ്ഡാസ് 1 2 whatever. സോ എയ്ഡാസ് വന്നു. ഈ ടച്ച് സ്ക്രീൻ ലെഫ്റ്റിൽ ഒരു സ്ക്രീൻ, ഫ്രണ്ടിൽ വേറെ സ്ക്രീൻ, അങ്ങറ്റത്ത് വേറെ സ്ക്രീൻ. സോ ഇതെല്ലാം, ലെറ്റ് മീ കം ടു ദ പോയിന്റ്. ഈ ടച്ച് സ്ക്രീൻ എന്ന് പറയുന്ന സാധനം ഇറ്റ് ഇസ് കുറച്ച് സമയം എടുക്കും ഇത് പറയാനായിട്ട്. ടച്ച് സ്ക്രീൻ എന്ന് പറയുന്ന സാധനം യൂസ് ചെയ്ത എനിക്ക് യൂസ് ചെയ്യാം. ഇറ്റ് ഇസ് നോട്ട് അറ്റ് ഓൾ യൂസർ ഫ്രണ്ട്ലി. ഫസ്റ്റ് ഓഫ് ഓൾ ഇന്ത്യൻസ് എല്ലാം എൻ്റെ ഒരു ഇതിൽ ഐ തിങ്ക് കറക്റ്റ് കണക്ക് എനിക്കറിയാം 80% or 90% or ഈവൻ മോർ റൈറ്റ് ഹാൻഡഡ് ആണ്. നമുക്ക് ഈ ലെഫ്റ്റ് ഹാൻഡ് വെച്ച് ഈ സാധനം കുത്തി കൺട്രോൾ ചെയ്യാൻ പാടാം ഈ സാധനം. പിന്നെ ദ കൈൻഡ് ഓഫ് അറ്റൻഷൻ നമ്മൾ ഈ സ്ക്രീനിൽ ഇതെടുത്ത് മറ്റേ ബട്ടൺ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ മാറ്റാതെ ഇങ്ങനെ മാറ്റാം, അല്ലെങ്കിൽ സൗണ്ട് കൂട്ടാം ബട്ടണിൽ. ഇത് അങ്ങനെയല്ല, ഇങ്ങനെ നോക്കിയിട്ടേ കുത്താൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? സോ ദ മൂമെന്റ് യു ഡൈവേർട്ട് 1 second ഡൈവേർട്ട് ചെയ്യാൻ, ആ 1 second വാല്യൂ ഞാൻ പറഞ്ഞുതരാം. Now, that diversion happens on the driver's side. It is not safe. It is not at all safe. Now, അത് സേഫ് അല്ല എന്ന് ഞാൻ പറയുമ്പോൾ ഗവൺമെൻറ് എന്താ അത് പെർമിറ്റ് ചെയ്യണമെന്ന് ചോദിക്കണു. തിങ്സ് ആർ ചേഞ്ചിങ്. ഗവൺമെൻറ് യൂറോ നോംസിൽ ഇപ്പം പറഞ്ഞിട്ടുണ്ട്, ഈ ടച്ച് സ്ക്രീൻ പരിപാടി നിർത്തിക്കോ. ബേസിക്സ് യൂട്ടിലിറ്റി, ദാറ്റ് ഇസ് AC, നമ്മുടെ ഹസാർഡ് ലൈറ്റ്സ്, let's say basic audio controls, എല്ലാം ബട്ടൺ. സ്ക്രീനിലാണല്ലോ ഗൂഗിൾ മാപ്പ് വരും. ഗൂഗിൾ മാപ്പ് എല്ലാം അതൊക്കെ ഒരു സൊഫിസ്റ്റിക്കേഷൻ്റെ ഒരു പാർട്ടായിട്ടാണ്. ഇപ്പോൾ ഗൂഗിൾ മാപ്സ് ഒക്കെ യൂസ് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ പോലെ, ബട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ടച്ച് സ്ക്രീനിൻ്റെ യൂസ് ഒക്കെ വേണ്ടി വരും. ബട്ട് ഞാൻ പറയേണ്ടത്, ഗൂഗിൾ മാപ്പ് നമ്മൾ ഓടുമ്പോഴത്തേക്ക് ഓൾട്ടർ ചെയ്യേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, സേഫ് അല്ല. സോ യു ഹാവ് ടു ഹാവ് സ്വിച്ചസ്, ഹാപ്റ്റിക്സ്. ഈ സ്വിച്ചസ് തന്നെ നമുക്ക് വേണം. അത് യൂറോപ്പിലൊക്കെ നോംസ് ആയി. ഓക്കെ, ആൻഡ് നമ്മുടെ അത് പറയുമ്പോൾ നോംസ് മാറി, പുതിയ ടെക്നോളജി വന്നു. പുതിയ ടെക്നോളജിയിൽ നിന്ന് തിരിച്ചു നടക്കുന്ന ഒരു രീതിയാണ് ബാക്ക് ടു സ്വിച്ചസ്. ബാക്ക് ടു സ്വിച്ചസ് ഇസ് ഓൾവേസ് ഗുഡ്. ബിക്കോസ് സ്വിച്ചസ് എന്ന് പറയുന്നത് നമുക്ക് കണ്ണും പൂട്ടി ചെയ്യാം. ഡ്രൈവറിൻ്റെ അറ്റൻഷൻ മാറ്റണ്ട, ഒരു ഡൗട്ടും വേണ്ട. സ്വിച്ചസ് ആർ ദ ബെസ്റ്റ്. മനസ്സിലായില്ലേ? സോ മോസ്റ്റ് ഓഫ് ദ കമ്പനീസ്, ബ്രാൻഡ്സിൻ്റെ പേര് എനിക്ക് പറയുന്നത് ഗോയിങ് ബാക്ക് ടു സ്വിച്ചസ്. ഓക്കെ, സോ ഈ ഫാൻസി ഒരു ഇൻഡസ്ട്രി പെട്ടെന്ന് കയറി ടച്ച് സ്ക്രീനിൽ വന്നു. അത് പതുക്കെ തിരിച്ചു പോയിക്കോളും. സ്ക്രീനിലുള്ള ഈ സ്ക്രീൻ ഇനി ടച്ച് വണ്ടിയിൽ പതുക്കെ പോവും. അതേപോലെ തന്നെ ഒരു ടൈപ്പ് ഓഫ് ഹാൻഡിൽ, ഇപ്പം പുതിയ വണ്ടികളിലൊക്കെ കാണാം, ഇങ്ങനെ തനിയെ പൊങ്ങി വരുന്ന ഒരു ഹാൻഡിൽ. ഓക്കെ, തനിയെ പൊങ്ങി വരുന്ന ഹാൻഡിലും തിരിച്ച് ചൈന ഹാസ് ഓൾറെഡി സെഡ് നോ. അടുത്ത പ്രാവശ്യം തൊട്ട് നമ്മളിത് രജിസ്റ്റർ ചെയ്തു. ബിക്കോസ് കാരണം ഇത് ആക്സിഡൻ്റ് ആയി കിടക്കുക. ഈ ഹാൻഡിൽ പൊങ്ങി വന്നാലും ആൾക്കാർക്ക് വലിച്ച് പൊക്കാനൊക്കെ പറ്റി, പൊങ്ങി വരാത്ത പല സിറ്റുവേഷൻ ഉണ്ട്. സോ ഓൾ ദോസ് ഓട്ടോമേഷൻ അങ്ങനത്തെയൊക്കെ വരുന്ന പല ടൈപ്പ് ഓഫ് ഹാൻഡിൽസ് ഉണ്ട്. അതെല്ലാം ഇസ് അഗെയിൻ ഗോയിങ് ബാക്ക് ടു നോർമൽസി. പഴയ രീതിയിൽ തന്നെ പോവുക. അത് സ്ലോലി നമ്മുടെ ഇന്ത്യയിലും അഡോപ്റ്റ് ചെയ്യുന്നതാണ് എൻ്റെ വിശ്വാസം. സോ ദീസ് ആർ ദ തിങ്സ് ദാറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദിസ് ടച്ച് സ്ക്രീൻ. പിന്നെ വെൻ ഐ ടോക്ക് അബൌട്ട് ദ ടൈമിങ്, നമ്മൾ ഈ പറയുന്നില്ലേ ഈ ടൈമിങ്ങിൻ്റെ കാര്യം പറയുന്നില്ലേ, സെക്കൻഡ്സ്, നമ്മൾ 1 second ഇത് നോക്കണമെന്ന്. നമ്മുടെ പല MVD ഓഫീസേഴ്സും ഇത് ആക്ച്വലി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് പല ഈവൻസിലും. നാട്ടുകാർ ശ്രദ്ധിക്കാത്ത, അല്ലെങ്കിൽ ഇവരുടെ കമ്മ്യൂണിക്കേഷൻ കുറച്ചൊരു സ്ട്രോങ്ങർ ആവാത്തതിൻ്റെ കുഴപ്പമാട്ടോ. ഒരു വണ്ടി ഓക്കെ 100 km/h ആണല്ലോ എല്ലാവരുടെയും ഫേവറേറ്റ് നമ്പർ. 100 km/h. ഞാൻ 100 പോയി. ഒരു വണ്ടി 100 പോകുമ്പോൾ ഓക്കെ 100 km/h, യു ആർ ട്രാവലിംഗ് അറ്റ് 27 meters plus per second. ഓക്കെ, 27 മീറ്ററാണ് ഈ പോകുന്നത്. അപ്പോൾ 100 km/h എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ കേട്ട് നോർമലായി. പക്ഷേ 27 meter/s എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര സ്പീഡിലാണ് പോണേ? യു ആർ ഗോയിങ് അറ്റ് വെരി വെരി ഹൈ സ്പീഡ്. നൗ ഈ ഒരു BMW ആയിക്കോട്ടെ, സാധാരണ വണ്ടിയായിക്കോട്ടെ, രണ്ടിനെയും ഡിഫറൻസ് ഞാൻ പറയാം. ബ്രേക്കിംഗ് എന്ന് പറയും. ഈ 100 0 വരാനായിട്ട് 2 to 3 seconds ഡിപ്പെൻഡിങ് ഫ്രം ബ്രാൻഡ് ടു ബ്രാൻഡ് എടുക്കും. ഓക്കെ, 2 to 3 seconds എടുക്കും. അപ്പോൾ നൗ ബേസിക് മാത്തമാറ്റിക്സ്, 3 seconds എടുക്കുന്ന ഒരു വണ്ടി, 2 seconds എടുക്കുന്ന വണ്ടി എന്ന് വെച്ചോ, റിയാക്ഷൻ ടൈം എന്ന് പറഞ്ഞൊരു ടൈം കൂടെ ഉണ്ട്. അതൊരു കൊളിഷൻ കണ്ടു, ഒരു ഒരു 100 പോകുന്ന വണ്ടി, ഒരാളൊരു കൊളിഷൻ കണ്ടു, ആക്സിലേറ്ററിന് ബ്രേക്കിലേക്ക് കാല് മാറ്റേണ്ട റിയാക്ഷൻ ടൈം ഇസ് 1 second അപ്രോക്സ്, പ്ലസ് ഓർ മൈനസ് ബിറ്റ്സ്. ആ 1 second
പ്ലസ് ഇത് എല്ലാം കൂടെ യുവർ വെഹിക്കിൾ വുഡ് ഹാവ് അറ്റ്ലീസ്റ്റ് ട്രാവൽഡ് bare minimum. MBDയുടെ തിങ്ങിൽ ഐ തിങ്ക് ഇറ്റ് ഇസ് 32 meters. MBDയുടെ ഒരു കാൽക്കുലേഷൻ. അപ്പം ഞാൻ പറയുന്നു ഒരു നോർമൽ കാറൊക്കെ ആണെങ്കിൽ 40-45 meters വരെ പോവും. 40-45 മീറ്റേഴ്സിൻ്റെ ഇടയിലാണ് ഇമ്പാക്ട് സോൺ. അല്ലെങ്കിൽ അതേപോലെ വേറൊരു വണ്ടി ഫ്രണ്ടിൽ നിന്നാണ് ഇടിക്കുന്നത്. ഈ 45 meters അല്ലെങ്കിൽ 32 metersൻ്റെ അകത്താണ് ഈ ഇടി നടക്കണമെന്ന് വെച്ചോ, നമ്മൾ ഇടിക്കുന്ന ആൾ ഫിനിഷ്, ചത്തു, ഓവർ. 100-ൽ പോയി ബ്രേക്ക് ചെയ്ത് ഈ 32 meter, ഈ MBD പറയുന്നത് 32 or 40 എന്ന് പറഞ്ഞാൽ വെക്ക്, 40 metersൻ്റെ ഇടയ്ക്കാണ് ആൾ നിൽക്കണമെങ്കിൽ ആൾ ഫിനിഷ്. ഇനി നമ്മളൊരു മതിലോ മറ്റേതാണ് ഇടിക്കണമെങ്കിൽ നമ്മൾ ഫിനിഷ്. ഓക്കെ. പക്ഷേ ഇപ്പൊ ചില 2-വീലേഴ്സിന്റെ പരസ്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. സഡൻ ബ്രേക്ക് ഇട്ട് നമുക്ക് നിർത്താൻ പറ്റും എന്നുള്ളൊരു സാധനം അവര് ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്, പരസ്യങ്ങൾ കാണാറുണ്ടല്ലോ. അപ്പം അത് എത്രത്തോളം പോസിബിൾ ആണ്? ഇപ്പൊ ഈ 100 km/h ട്രാവൽ ചെയ്യുന്ന ഒരു വ്യക്തി അവിടെ ഒരു ഇൻസിഡന്റ് നടന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് ബ്രേക്ക് ഇടേണ്ടി വന്നാൽ 2-വീലറിൽ അത്രയും ഇത് പോസിബിൾ ആണോ? ബേസിക് ഫിസിക്സിന് ഒരു വണ്ടിക്കും ഓവർ റൂൾ ചെയ്യാൻ പറ്റില്ല. 2-വീലേഴ്സിനൊന്നും ഒരിക്കലും അങ്ങനെ ഒരു കാൽക്കുലേഷൻ പറയാനായിട്ട് പറ്റില്ല. ബിക്കോസ് കോൺടാക്ട് പോയിന്റ് ഓഫ് 2-വീലേഴ്സ് ടയർ 2 ടയറേ ഉള്ളൂ, അതിൻ്റെ കോൺടാക്ട് പോയിന്റ് കുറച്ചേ ഉള്ളൂ. ബട്ട് ഈ വെരി എക്സ്പെൻസീവ് ബ്രാൻഡ്സ് ഉണ്ടല്ലോ, പോർഷെ, അങ്ങനെ ഹൈ സ്പീഡ്, അവർക്കൊക്കെ ബ്രേക്കിംഗ് സ്പീഡ്, അവരുടെ ബ്രേക്കിംഗ് കാലിപ്പേഴ്സിൻ്റെ സൈസ്, അങ്ങനെ പല കാൽക്കുലേഷൻ വെച്ച് ടയറിൻ്റെ വിഡ്ത്ത് എല്ലാം വെച്ച് ഒത്തിരി കാൽക്കുലേഷൻ ഉണ്ട്. അത് വെച്ച് അവർക്ക് കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് സ്റ്റോപ്പ് ചെയ്യാം. ബട്ട് അറ്റ് എനി പോയിന്റ്, എത്ര പോയിന്റ് ആയാലും, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ MVDയുടെ ഒരു നമ്പർ ഉണ്ട്. ഐ തിങ്ക് ദാറ്റ് നമ്പർ ഇസ് 32 meters. 100-ൽ പോണ വണ്ടി 32 meter പോയിട്ടേ നിൽക്കൂ, ഒന്ന് നിരങ്ങി പോവും. നിരങ്ങണല്ല, അത്രയും സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് വേണം, മനസ്സിലായില്ലേ? അത്രയും സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് വേണം. ഇനി ഏത് വണ്ടിയാണ് 32 മീറ്ററിൻ്റെ അകത്താന്ന് കൊളീഷൻ നടക്കണമെങ്കിൽ വാട്ട് എവർ യു ഹിറ്റ് ഇസ് ഡെഡ്. ഫ്രം 100 to 0 വാട്ട് എവർ യു ഹിറ്റ് ഇസ് ഡെഡ്. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ആ ഇടിക്കുന്ന സാധനം നമുക്കാണ്, സോളിഡ് പീസിലാണ് നമ്മൾ ഇടിക്കുന്നത്, നമ്മൾ വി ആർ ഡെഡ്. അതിൽ എൻ്റെ വണ്ടി, അതിലൊരു MVD ക്ലിയർ ആയിട്ടൊരു എനിക്കൊരു നല്ല ഓർമ്മയുണ്ട്. ആ സാറ് പറഞ്ഞത്, സാർ ഇങ്ങനെ ഈ ഒരു ക്ലാസ് എടുത്തുകൊണ്ട് സാറിനെ ചലഞ്ച് ചെയ്തു ഒരാൾ. സാർ എൻ്റെ വണ്ടി BMW ആണ്, ഇത് ചവിട്ടിയാൽ പെട്ടെന്ന് നിൽക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഓബിയസ്ലി ഞാനായിരുന്നു ഉത്തരം മുട്ടിപ്പോയാണ് കേട്ടോ. ഇതിപ്പോൾ ഈ മനുഷ്യനെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറഞ്ഞു. ആ MVD കറക്റ്റായിട്ട് അത്, സാറിൻ്റെ വണ്ടി BMW ചവിട്ടിപ്പോൾ നിന്ന് ബാക്കി വന്നത് പഴയ 1947 അംബാസഡർ, ചവിട്ടേ കിട്ടില്ല, ബാക്കി വന്ന് ഇടിക്കും. അപ്പം അങ്ങനെയും പ്രശ്നം ഉണ്ടാവും എന്ന് പറഞ്ഞു. സോ സ്പീഡ് യു ഹാവ് ടു ബി കെയർഫുൾ. സോ ഈ സ്പീഡെന്ന് പറഞ്ഞ കാര്യത്തിൻ്റെ ഈ പറഞ്ഞ 27 meters/second ആണ് ഈ 100-ൽ പോകുന്നത്. സോ ബ്രേക്ക് ചെയ്യാനായിട്ട് 2 second to 3 second എടുക്കും. റിയാക്ഷൻ ടൈം വെച്ച് 3 second എന്തായാലും വേണം. ഈ 3 second എടുക്കും ഈ വണ്ടി വന്ന് നിൽക്കാൻ. ആ സമയം കൊണ്ട് യുവർ വെഹിക്കിൾ വുഡ് ഹാവ് ഗോൺ ക്വൈറ്റ് എ ലോങ് ഡിസ്റ്റൻസ്. ഇടിച്ചാൽ യു ആർ ഫിനിഷ്ഡ്. ഏത് BM ആയിരുന്നാലും ശരി, ഏതായിരുന്നാലും ശരി, യു ആർ ഫിനിഷ്ഡ്. സോ ഇത് നമ്മുടെ മൈൻഡിൽ വേണം, ദാറ്റ് വി ആർ ട്രാവലിംഗ് അറ്റ് 27 meters/second. സോ റോഡിൽ നിൽക്കണവൻ്റെ റെസ്പോൺസിബിലിറ്റി നോക്കണം, നമ്മുടെ റെസ്പോൺസിബിലിറ്റി നോക്കണം. പിടിച്ചാൽ കിട്ടില്ല. പീപ്പിൾ തിങ്ക് ദേ കനോട്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ട്രാഫിക്കിലൊക്കെ വണ്ടി ഇങ്ങനെ പാർക്ക് ചെയ്തിരിക്കുന്നു, മീൻസ് നമ്മളൊന്ന് സ്ലോ ചെയ്യണമല്ലോ. അപ്പം ഈ പുറകെ കിടന്ന് ഓണടിക്കുക, അതിൻ്റെ അനുസരിച്ച് വണ്ടി ഫാസ്റ്റായിട്ട് എടുക്കുക, അങ്ങനെ ഒരു പ്രോസസ്സ് ഞാൻ റോഡിൽ കണ്ടുവരുന്നുണ്ട്. ശരിക്കും അത്തരം കാര്യങ്ങളൊന്ന് കൺട്രോൾ ചെയ്യേണ്ട ഇതായിട്ടില്ലേ? ഡ്രൈവിങ്ങിൻ്റെ ഫുൾ ഫോം എന്താണെന്നറിയാവോ? ഇത് പറയുമ്പോൾ D for discipline, R for respect, okay, I for intelligence, okay, V for vigilance and E for emotional control. ഇതിന് ഓരോന്നിനും ഓരോ എക്സ്പ്ലനേഷൻ ഉണ്ട്. സോ വാട്ട് യു സെഡ്, ഇപ്പോൾ പറഞ്ഞ് സിമി പറഞ്ഞ ചോദ്യത്തിൻ്റെ ഉത്തരവാണ് ഈ ഡ്രൈവിങ്ങിൻ്റെ ഫസ്റ്റ് D, ഡിസിപ്ലിൻ. ബാക്കി കിടന്ന് ഹോൺ അടിക്കുന്നത് നമ്മൾ മലയാളികളല്ല, മൊത്തം ഇന്ത്യക്കാരുടെ ഒരു പ്രശ്നമാണ്. മനസ്സിലായില്ലേ? സോ അതും സിഗ്നലിൽ കിടക്കുമ്പോൾ, പ്രത്യേകിച്ചും സിഗ്നലിൽ കിടക്കുമ്പോൾ എന്തിനാണ് ബാക്കിൽ ഹോൺ അടിക്കേണ്ടതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. സോ ഹോൺ അടി ഒരു പ്രശ്നം തന്നെയാണ്. വി ഹാവ് ടു കർബ് ഇറ്റ്. നമ്മൾ വെൻ വി ആർ ബിക്കമിങ് എ ബെറ്റർ നേഷൻ, നമുക്കിതൊക്കെ പതുക്കെ നമ്മൾ വരും എന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ ഇത്രയും സംസാരിക്കണം ഞാൻ എൻ്റെ കാര്യം, ഞാൻ എന്നെ തന്നെ പറയാം. ഞാൻ കോലാലംപൂരിൽ പോയി IDP ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് എടുത്താൽ പോയേ.
അപ്പം ഐ തിങ്ക് ഐ എം പെർഫെക്റ്റ്. ഇപ്പം ഇത്രയൊക്കെ പറയുന്നുണ്ട് ഞാൻ പെർഫെക്റ്റ്. ഞാൻ എന്ത് ചെയ്തു, ഒരു ട്രാഫിക്കിൽ പോയി വണ്ടി നിർത്തി, റെഡ് സിഗ്നലിലാണ്. ഞാൻ അഡിക്വേറ്റ് ഡിസ്റ്റൻസ് ഫ്രണ്ട് വണ്ടിയിൽ നിന്ന് ഇട്ടാൽ നിർത്തി. പുറത്താകുമ്പോൾ ഞാൻ ഭയങ്കര കെയർഫുള്ളാണ്. ഇത് നിർത്തി. അപ്പോൾ ഒരു പോലീസുകാരൻ വന്നു, 2 വീലറിലെ പുള്ളി വന്നേ. കോലാലംപൂരിലാണ് ഈ സാധനം. ഈ പുള്ളി ഹോൺ അടിച്ചു, എന്നെ സൈഡിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. ഞാൻ സൈഡിൽ നിർത്തി. അപ്പം ഞാൻ ചോദിച്ചു, എന്ത് പറ്റി, വാട്ട് ഹാപ്പൻഡ് എന്ന് ചോദിച്ചു. ബിക്കോസ് ഈ ഇൻ്റർനാഷണൽ ഓടിക്കുമ്പോൾ നമുക്ക് പണി കിട്ടിയ ഏത് വഴിക്ക് വരണം എന്ന് അറിഞ്ഞൂടല്ലോ. ഇവിടെ ആണെങ്കിൽ MBDയുടെ അടുത്ത് തന്നെ ലേലു പറഞ്ഞ് ഊരിപ്പോരാ, അവിടെ പറ്റില്ലല്ലോ. സോ അവിടെ ചെന്ന് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ വണ്ടി പാക്ക് ചെയ്തേക്കുന്നത്, നമ്മൾ ഡിസ്റ്റൻസ് വെയിറ്റ് ലിസൺ തോന്നി. ഞാൻ പറയൂ, വണ്ടി പാക്ക് ചെയ്തേക്കുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു ലെയിനുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് വന്ന് ഈ വണ്ടി ഇങ്ങനെ തിരിഞ്ഞ് പോവാനുള്ളതാണ്. നീ വണ്ടി പാക്ക് ചെയ്ത് ആ ലെയിൻ ബ്ലോക്ക് ചെയ്തു. നിനക്ക് ആ സിഗ്നൽ വീണിട്ടില്ലേ, നിനക്ക് മുന്നേ പോകാൻ പറ്റും. അപ്പം ലൈനിന് മുമ്പേ നിർത്തിയാൽ ഈ വണ്ടി വന്ന് അങ്ങോട്ട് പോകത്തില്ലേ, നീ എന്തിനാ മോഷൻ ആ ബ്ലോക്ക് ചെയ്ത്. സത്യം പറഞ്ഞാൽ ആ പുള്ളി അത് പറയണ വരെ എനിക്ക് ആ കൾച്ചർ ഇല്ലായിരുന്നു. ഇന്ത്യയിൽ ഇല്ലല്ലോ, ഇല്ല, ആ കൾച്ചർ ഇല്ല. ഞാനും ഇന്ത്യയിൽ പാസ്സായ മനുഷ്യനാണ്, ലൈസൻസ് എടുത്ത മനുഷ്യൻ. എനിക്ക് അറിയില്ലായിരുന്നു അങ്ങനെ ഒരു കൾച്ചർ ഉണ്ടെന്ന്. സോ ഒരു സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്യണം, അവിടെ സിഗ്നൽ ഉണ്ട്, ഇവിടെ ഒരു ലൈൻ ഉണ്ടെങ്കിൽ ആ ലൈൻ പോവാനുള്ള ഗ്യാപ്പ് ഇട്ട് നിർത്തണമെന്നുള്ള കൾച്ചർ എനിക്കില്ലായിരുന്നു. അത് പിന്നെ എനിക്ക് മനസ്സിലായി തുടങ്ങി. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഈ ഹോൺ മാത്രമല്ല, റൗണ്ട് അബൌട്ട് കൾച്ചർ അറിയാമോ? റൗണ്ട് അബൌട്ട് കയറുമ്പോഴത്തേക്ക് അകത്ത് നിൽക്കുന്ന വണ്ടിക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ഈ റൗണ്ട് അബൌട്ട് അതൊക്കെ മിഡിൽ ഈസ്റ്റിലൊക്കെ ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരു കാര്യമാണ്. റൗണ്ട് അബൌട്ട് കൾച്ചർ, ലെയിൻ ഡിസിപ്ലിൻ കേട്ട് മടുത്തു. വലത്തെ സൈഡിൽ പോവേണ്ട വണ്ടി ഇടത്തെ സൈഡിൽ പോകേണ്ട, പതുക്കെ പോകേണ്ട വണ്ടി വലത്തെ സൈഡിൽ കയറി പോവും. അതിലൊക്കെ എനിക്ക് MBDയുടെ അടുത്ത് കുറച്ച് ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ട് കേട്ടോ. എനിക്ക് MBDയുടെ അടുത്ത് നല്ല കാര്യം പറയുമ്പോഴും ചീത്ത കാര്യം എന്താണെന്നറിയോ, ഈ ലെയിൻ ഡിസിപ്ലിൻ അവർക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. ഇവർ സ്പീഡ് ക്യാമറയും കൊണ്ട് ഈ പിടിക്കുന്ന, ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിടിക്കുന്ന പോലെ തന്നെ ലെയിൻ ഡിസിപ്ലിനും കീപ്പ് ചെയ്യണം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ നോ ബെറ്റർ. ആ ലെയിൻ ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്യിപ്പിക്കണം. എപ്പോഴൊക്കെ ലെയിൻ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കണ്ടിട്ടുള്ളത്, അരൂർ തൊട്ട്, ഇപ്പോൾ കൊച്ചി ആയതുകൊണ്ട് ഞാൻ പറയാം, അരൂർ തൊട്ട് ആ കൊടുങ്ങല്ലൂർ തൊട്ട് ആ വൈറ്റിൽ വരെയുള്ള 3 ലൈൻ ഉണ്ടല്ലോ, ആ ലൈനിൽ നിന്ന് കുറേ പേർക്ക് ഫൈൻ അടിച്ചു കൊടുക്കും, കുറേ പേർക്ക് വോൺ ചെയ്യും, പറഞ്ഞു വിടും. കേരളത്തിൽ ഈ അവിടെയാണ് ഏറ്റവും കൂടുതൽ ആക്സിഡൻസ്. അവിടെയാണ് MBDക്ക് 3 ലൈൻ ഉള്ളത്, കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത്. അതിന് മേളിലോട്ടുള്ള സ്ഥലത്ത് ഇല്ല. അതാണ് സത്യം. ഓക്കെ, സത്യം ഞാൻ പറയണോ, ഇനി അതിൻ്റെ പേരിൽ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ ഞാൻ ഇല്ല. സോ അവിടെ 3 ലൈൻ ഉണ്ട്. കറക്റ്റായിട്ട് അവർക്ക് വോൺ ചെയ്ത് പഠിപ്പിക്കണമെങ്കിൽ ആ 3 ലൈൻ വെച്ച് പറഞ്ഞു കൊടുക്കാം. ബാക്കി നമ്മുടെ കേരളത്തിൽ അങ്ങനെ 3 ലൈനുള്ള സ്ഥലങ്ങളൊക്കെ കുറവാണ്. സോ ദിസ് ഈസ് വൺ തിങ്. പിന്നെ വെൻ MBD ഡിസിപ്ലിൻസ് അസ്. ഓക്കെ, ഞാൻ ഈ കോലാലംപൂരിൻ്റെ വേറൊരു കാര്യം തന്നെ ഞാൻ പറയാം. ഇതെല്ലാ രാജ്യത്തും നടക്കുന്നതാണ്, പുറത്തുള്ള ആൾക്കാർക്കെല്ലാം അറിയാം. MBD നമ്മളെ ഡിസിപ്ലിൻ ചെയ്യുന്നത് എങ്ങനെയാണ്, ഡ്രൈവേഴ്സിനെ സ്പീഡിൽ പോകുമ്പോൾ ഫൈൻ അടിച്ച് തരും. ഓക്കെ, ഞാൻ നോട്ടീസ് ചെയ്തിട്ടുള്ളത്, ഇന്നലെ ഞാൻ ട്രാവൽ ചെയ്തു, ഒരു കോർണറിൽ കൊണ്ടൊരു വണ്ടി ഇട്ടു. ആ കോർണറിൽ കൊണ്ടൊരു വണ്ടി ഇട്ടേക്കുന്നതിൻ്റെ പുറത്ത് ഞാൻ ഈ ഫൈൻ അടിച്ചു, ഞാൻ ഇതൊക്കെ ഒബ്സർവ് ചെയ്യുന്ന ആളായതുകൊണ്ട് വണ്ടി ഇട്ടു. അവിടെ ഞാൻ ക്രോസ് ചെയ്ത് പോയതിന് ശേഷം ഞാൻ കാണുന്നത്, അപ്പോൾ ഞാൻ ഓഡോമീറ്റർ നോക്കുമ്പോൾ 80 km/h. ഓക്കെ, നൗ ഐ സോ ദാറ്റ് ഈ ക്യാമറ വെച്ചേക്കണം ആ ഇന്നോവ അവിടെ കിടക്കണുണ്ട്. ഞാൻ എന്ത് ചെയ്തു എന്നറിയോ, എനിക്ക് ഇതൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് ഞാൻ തിരിച്ചു പോയി. വണ്ടി കുറച്ചുകൂടെ പോയിട്ട് തിരിച്ചു പോയി ഞാൻ ഇങ്ങനെ നോക്കുക. എന്നിട്ട് പിന്നെയും തിരിച്ചു വന്നിട്ട് ഞാൻ നോക്കുക, ഇവിടെ ഈ സ്പീഡിൻ്റെ സാധനം വെച്ചേക്കണമെന്ന്. നോട്ട് വിസിബിൾ ആയിട്ട് ഒരു 50 km/h സാധനം ഒരു സ്ഥലത്ത് ഇരിപ്പുണ്ട്. ഓക്കെ, സോ കോടതി പോകുമ്പോഴത്തേക്ക് അവിടെ 50 km ഉണ്ടായിരുന്നു, ബട്ട് ഇറ്റ് ഈസ് നോട്ട് വിസിബിൾ. മനസ്സിലായില്ലേ? ഇറ്റ് ഈസ് നോട്ട് ആ 50 km/h മാർക്കിംഗ്. ഇറ്റ് ഈസ് നമുക്ക് വിസിബിൾ ആവണ രീതിയിൽ നമ്മൾ കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ MBD തന്നെയല്ലേ നമ്മുടെ അടുത്ത് പറയണേ, റോഡിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഓടിക്കുക, ഫോൺ നോക്കല്ലെന്ന്. അപ്പോൾ ഈ മൂലയെ കൊണ്ട് വെച്ചാൽ നമ്മൾ എവിടെ നോക്കും? ഞാൻ പറയുന്ന പോയിന്റ് ആയിട്ട് തോന്നുന്നുണ്ടോ? MBD നമ്മുടെ അടുത്ത് പറയണില്ലേ, ഫോൺ നോക്കല്ലേ, യുവർ അറ്റൻഷൻ ഇസ് ഗെറ്റിംഗ് ഡീവിയേറ്റ്, അതിന് ഫൈൻ. അപ്പോൾ ഈ മൂലയെ കൊണ്ട് വെച്ചാൽ ഞാൻ ഇങ്ങനെ നോക്കി ഓടിക്കണം. അത് മാത്രമല്ല, അങ്ങനെ പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ ഇത്തരം സൈൻ ബോർഡ്സുകൾ കാട് പിടിച്ച് കാണാൻ പറ്റാത്ത അവസ്ഥയിൽ കിടക്കും. ദാറ്റ് ഹാസ് ടു ചേഞ്ച്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞു. ആൻഡ് ഞാൻ ഈ കോലാലംപൂരിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അവിടെ സ്പീഡ് ക്യാമറ ഉണ്ട്. എൻ്റെ ഫ്രണ്ട് അവിടെ നിന്ന് വണ്ടി ഓടിക്കുമ്പോഴേ പുള്ളി പറയണ്ട, ഇന്ന സ്ഥലത്ത് എത്തുമ്പോൾ സ്പീഡ് ക്യാമറ ഉണ്ട്, പതുക്കെ പോകണം, നല്ല ഫൈനാന്ന് പറഞ്ഞു. പക്ഷേ ഈ സ്പീഡ് ക്യാമറ ഉള്ളത് അവരൊരു 10 km മുമ്പേ സ്പീഡ് ക്യാമറ ഹെഡ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ഞാൻ തന്നെ വിചാരിച്ചു, ദൈവമേ, ഇവന്മാരെന്നെ ഊളകളാണോ? അപ്പം സംഭവം എന്താണെന്നറിയോ,
The actual purpose of that government or that department there in Kuala Lumpur, it's dangerous, you have to go slow. അതാണ് അവരുടെ പേർപ്പസ്. നമ്മുടെ ഗവൺമെൻറ്റിനോ ഓർ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേർപ്പസ് ഞാൻ പറയേണ്ട മനസ്സിലായാൽ കാണുമല്ലോ എന്താണ്. സോ ദാറ്റ് ഇസ് നോട്ട് റൈറ്റ്. സോ MVD നമുക്ക് ക്ലാസ് എടുക്കുന്നത് ഞാൻ റെസ്പെക്ട്ഫുള്ളി കേൾക്കണു. ബട്ട് ദിസ് ഈസ് ഓൾ നോട്ട്, എനിക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങളാണ് ഈ ക്യാമറ. അതേസമയം എവിഡൻ്റ് ആയിട്ട് വെക്കേ, മൊത്തം വെക്കുക. ഇവിടെ ക്യാമറ ഞാൻ വെച്ചിട്ടുണ്ട്, ഇവിടെ ക്യാമറ ഞാൻ വെച്ചിട്ടുണ്ട്, സ്പീഡിൽ പോയെന്ന് ഞാൻ പൊക്കും എന്ന് പറഞ്ഞാൽ ഞാൻ പതുക്കെയിലേ പോവും അല്ലേ? ഞാൻ പതുക്കെയല്ലേ പോവുള്ളൂ. എൻ്റെ 1500 രൂപ കളയാൻ ഞാൻ താല്പര്യപ്പെടുമോ? ഞാൻ പതുക്കെ പോവുള്ളൂ. അപ്പോൾ ഞാൻ MVD തിരിച്ചു വയ്ക്കണം. ആക്ച്വലി നിങ്ങളുടെ ഉദ്ദേശം എൻ്റെ 1500 റുപ്പീസ് ആണോ എൻ്റെ സേഫ്റ്റി ആണോ? എൻ്റെ സേഫ്റ്റി ആണെങ്കിൽ യെസ്, അങ്ങനെ എൻ്റെ സേഫ്റ്റിയാണ് ഉദ്ദേശമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ചെയ്യണ്ടേ? ഈ പറഞ്ഞ നമ്മളപ്പോൾ ക്ലാസ് എടുത്ത് തരുന്നത് ഈ സാറുമായിട്ട് ഇതൊക്കെ ഞാൻ ചോദിക്കണത് അങ്ങനെയാണെങ്കിൽ, ഇഫ് മൈ സേഫ്റ്റി ഈസ് യുവർ കൺസേൺ, വൈ ഡോണ്ട് യു എനിക്ക് കാണണം വിസിബിളായിട്ട്, എൻ്റെ നേരെ കാണണം വലിയ വലിയ ബോർഡ് പോലെ 50 kilometers ഓർ എൽസ് വിൽ ബി പീനലൈസ്ഡ് ബോർഡ് വെച്ചാൽ നമ്മൾ പയ്യല്ലേ പോവും. ആർക്കെങ്കിലും ഇതുണ്ടോ അവിടെയൊക്കെ സ്പീഡിൽ പോയി നമുക്ക് ഫൈൻ 1500 രൂപ മേടിച്ചു വയ്ക്കാൻ? ഇല്ല, നമ്മൾ പയ്യേ പോവുള്ളൂ. സോ ദിസ് ഈസ് ദ ഡിഫറൻസ്. ഡിസിപ്ലിൻ അസ് ബട്ട് ഇൻ ദ റൈറ്റ് വേ. വീട്ടിൽ ഫൈൻ വന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രഡ്ഫുള്ളായിട്ട് പോയി ഫൈൻ അടച്ച് ഇനി ഞാൻ ചെയ്യുന്നല്ലേ പറയുള്ളൂ. എന്തായാലും നീയൊക്കെ എനിക്കിട്ട് ഇത്രയും ഫൈൻ അടിച്ചു തന്നു, സോ വാട്ട്, ഐ ആം ഹെൽപ്ലെസ്. ബിക്കോസ് എനിക്ക് ഈ പറഞ്ഞാൽ 80 kilometers പറഞ്ഞാൽ എനിക്ക് ആസ് എ ഡ്രൈവർ ഞാൻ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ, ഇത്രയും നേരം ഞാൻ MVDs സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു. എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ പറയാം, 18ാം വയസ്സിൽ എനിക്ക് ലൈസൻസ് കിട്ടി. എൻ്റെ ബർത്ത്ഡേയിൽ അന്ന് ഞാൻ ലൈസൻസ് അപ്ലൈ ചെയ്തു, മേടിച്ച ആളാണ്. 18ാം വയസ്സ് തൊട്ട് ഇന്നിപ്പോൾ 43 years ആയി. ലൈസൻസ് മേടിച്ചതിൻ്റെ അഹങ്കാരത്തിൽ ആദ്യത്തെ ദിവസം ലൈസൻസ് കിട്ടിയിട്ടുണ്ടെന്ന് ഒരു മേജർ ആക്സിഡൻറ്റ് നടന്നു. കിട്ടിയേണ്ട അന്ന് മേജർ ആക്സിഡൻറ്റ് നടന്നു. ദാറ്റ് വാസ് എ ലെസൺ ഫോർ മീ. ഞാൻ പിന്നെ ഈ 43 വർഷത്തിൽ വണ്ടി ഇടിച്ചിട്ടില്ല. എൻ്റെ ഇല്ല, ഇടിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ യെസ് തട്ടി മുട്ടിയൊക്കെ ചെയ്തിട്ടുണ്ട്, ബട്ട് നോ മേജർ ആക്സിഡൻറ്റ് നോ വെയർ. അപ്പം അങ്ങനെ ഒരാൾ വണ്ടി ഓടിക്കണമെങ്കിൽ ഐ എം ടെല്ലിങ് യു, നമുക്കൊരു ബോധം ഇല്ലാണ്ട് ഇത്രയും ഒരു ട്രാക്ക് റെക്കോർഡ് കീപ്പ് ചെയ്യാൻ പറ്റില്ല. സോ നമ്മളൊരു 80 kilometers മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഒരു സ്ഥലത്ത് ഞാൻ എനിക്ക് കോൺഫിഡൻ്റ് ആയതുകൊണ്ടല്ലേ ഞാൻ 80 kilometers മെയിൻറ്റെയിൻ ചെയ്യണേ. അപ്പോൾ ആ കോൺഫിഡൻ്റ് ആയതുകൊണ്ട് 80 kilometers മെയിൻറ്റെയിൻ ചെയ്യണം. പെട്ടെന്ന് ഇങ്ങനെ ഒരു സാധനം വെച്ച് 50 പാടുള്ളൂ എന്ന് പറഞ്ഞ് അത് ഒളിച്ചു വെച്ച് അവിടെ 50 പാടുള്ളൂ MVD പറയുകയാണെങ്കിൽ ഞാൻ 50 പോകാൻ റെഡിയാണ്, പക്ഷെ കാണിക്കണ്ടേ? മനസ്സിലായില്ലേ? അത് ചെയ്യണേ എൻ്റെ അടുത്ത് ചെയ്യണ തെറ്റാ. നൗ വെൻ ഇറ്റ് കംസ് ടു സ്പീഡ്, ഐ സെറ്റ് 18 തൊട്ട് 43 വരെ ഞാൻ ഓടിക്കണം. അത്യാവശ്യം സ്പീഡിൽ പോകുന്ന മനുഷ്യൻ തന്നെയാണ്. അത്യാവശ്യം എന്ന് പറഞ്ഞാൽ തല പുകഞ്ഞ സ്പീഡല്ല, മാന്യമായ സ്പീഡിൽ പോകുന്ന മനുഷ്യനാണ്. അപ്പോൾ ഇഫ് സ്പീഡ് ഇസ് എ കൺസേൺ, ഇഫ് സ്പീഡ് ഇസ് ഓൺലി ദ കൺസേൺ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ലൈൻ ഡിസിപ്ലിൻ ഇതൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് എ കൺസേൺ, സ്പീഡ് മാത്രമാണ് കൺസേൺ. ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, എ ഗുഡ് ഡ്രൈവർ എന്ന് പറയുന്നത്, ഇഫ് എ സ്പീഡ് ഇസ് എ കൺസേൺ, നമുക്കെല്ലാം മന്ത്രിമാരുണ്ട്. ആൻഡ് ഈ മന്ത്രിമാർ പോകുന്ന സ്പീഡ് ഓക്കെ ഹെവി സ്പീഡിലല്ലേ ഇവർ പോണേ. ഓക്കെ, എസ്കോട്ട് ഉള്ള മന്ത്രിമാരുണ്ട്, എസ്കോട്ട് ഇല്ലാത്ത മന്ത്രിമാരുണ്ട്. ഇവരെല്ലാം പോകുന്ന ഹെവി സ്പീഡിലല്ലേ. അപ്പോൾ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യണത് എന്താണെന്നറിയാം, ഇവർ സ്പീഡിൽ പോകുന്നത് യെസ്, അത് നമ്മൾ മോറലി പറയുമ്പോൾ തെറ്റാണ്, അവർക്ക് അവരുടേതായ തിരക്കുണ്ട്, നമ്മുടെ കാര്യം നോക്കാൻ അവർ ഓടണേ. ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യണത് എന്താണെന്നറിയാമോ, ഈ സ്പീഡിൽ പോയിട്ടും, അതായത് ഈ തല തെറിച്ച സ്പീഡിൽ പോയിട്ടും ആ മന്ത്രിനെ സേഫായിട്ട് കൊണ്ടെത്തിക്കാൻ പറ്റുന്ന ഒരു ഡ്രൈവർ അവിടെ ഇരുന്നിട്ടുണ്ട്. അപ്പൊ അവന് അങ്ങനെ നോക്കുകയാണെങ്കിൽ MVDയുടെ സ്പീഡാണ് പ്രശ്നം എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ ഓരോ മന്ത്രിയും ഓരോ ദിവസം മരിക്കണ്ടേ? ഞാൻ ന്യായീകരിക്കണമെന്നേ ഉള്ളൂ. സ്പീഡ് ഒരു നല്ല ഡ്രൈവറിന് ഇസ് നോട്ട് എ കൺസേൺ. സോ വൈ പീനലൈസ് ഹിം അൺനെസസറിലി? അതും നീ ഒളിച്ചും പാത്ത്. That is my point. പറഞ്ഞത് are you getting the point? So ഇപ്പം ആംബുലൻസ് അങ്ങനെയാണ് എല്ലാ ദിവസവും ആംബുലൻസ് ഇടിക്കണ്ടേ? ഈ കൊണ്ടുപോകുന്നത് അയാളുടെ കഴിവിനല്ലേ ഈ സാധനം നിർത്തണേ. പക്ഷെ അതിനകത്ത് ഒരു സാധനം കൂടെ ഉണ്ട്. ആംബുലൻസ് ഒക്കെ പോകുമ്പോഴും മന്ത്രിമാരുടെ വാഹനങ്ങൾ പോകുമ്പോഴും ഇതുപോലെ വണ്ടി സ്പീഡിൽ വരുന്നുണ്ട് എന്നുള്ളൊരു സിഗ്നൽ കൊടുക്കുന്നില്ലേ? അതായത് ആംബുലൻസിലാകുമ്പോൾ ഒരു ഹൈ ഹോൺ ഉണ്ട് അവിടെ, മന്ത്രിമാരുടെ വണ്ടിയാണെങ്കിൽ അതിനൊരു സിഗ്നൽ ഉണ്ടല്ലോ. എസ്കോട്ട് പോകാത്ത സിംഗിളായിട്ട് പോകുന്ന മന്ത്രിമാരുടെ വണ്ടിയും നല്ല സ്പീഡിലാണ് പോകുന്നത്. അവർക്ക് ദേ നോ ഹൗ ടു ഡ്രൈവ്. സിഗ്നൽ ഉണ്ട്, ക്ലിയറൻസ് ഉണ്ട്. പക്ഷെ ഞാൻ ഈ പറഞ്ഞില്ലേ, ഈ സിഗ്നൽ ഉണ്ട്, ഇതേ ആ ഒരു ഡ്രൈവറിൻ്റെ
കപ്പാസിറ്റി. അതേപോലെ എന്തുകൊണ്ട് മന്ത്രിയുടെ ഡ്രൈവറിന് മാത്രം ആ കപ്പാസിറ്റി ഇത് അതേപോലെ ഓടിക്കാറിയുന്ന ആൾക്കാരില്ലേ വിത്തൗട്ട് ഡേർട്ടി ട്രാക്ക് റെക്കോർഡ്. അതായത് ഞാൻ ഈ പറഞ്ഞ പോലെ ഈ 80 എന്ന് പറഞ്ഞാൽ എനിക്ക് കോൺഫിഡൻ്റ് ആയിട്ട് സ്പീഡാണ്. ഞാൻ ഇരിക്കുന്ന എൻ്റെ വണ്ടിയിൽ ഓപ്പോസിറ്റ് വരുന്നതിനൊക്കെ ഇത്രയും പറഞ്ഞപ്പോൾ അല്പം വിവരം എനിക്ക് ഉണ്ടെന്ന് സംഭവിച്ചല്ലോ. അത്രയും ആരെയും ഡിസ്റ്റർബ് ചെയ്യാത്ത സ്പീഡാണ്. മനസ്സിലായില്ലേ? സോ എന്നെപ്പോലത്തെ തല തെറിച്ച സ്പീഡ് എന്ന് പറയുന്നത് ഈ ഒരു 120 140 പിടിക്കുകയാണെങ്കിൽ തല തെറിച്ച സ്പീഡാണ്. അത് പിടിച്ചാൽ നിൽക്കില്ല. അല്ല വോട്ടെവർ ആ റോഡിന് പറ്റിയ സ്പീഡ്, ആ റോഡിന് നമുക്കൊരു ഡ്രൈവറിന് പറ്റുന്ന ഒരു തോന്നുന്ന ഒരു സ്പീഡുണ്ട്. അത് നീഡൻ ബി ഓൾവേസ് റൈറ്റ്. പറ്റുന്ന സ്പീഡിൽ പോകണമെന്നല്ല ഞാൻ പറയണത്. നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് നമ്മളെ സ്ലോ ആയിട്ട് പോയിപ്പിക്കണോ, വോണസ് ആൻഡ് ടെൽ us to slow down. 120 ആണ് ആ ഹൈവേയുടെ മാക്സിമം സ്പീഡ് എന്ന് പറയുകയാണെങ്കിൽ വി വിൽ ഗോ അറ്റ് 120 എല്ലായിടത്തും. ചില സ്ഥലത്ത് കൊണ്ട് ചെറിയൊരു ഇത് വെച്ചിട്ട് പറയും ഇല്ല ആ ഏരിയയിൽ 50 ആണ്, എന്നാൽ ആ ഏരിയ 50 ആണെന്ന് നിങ്ങൾ പറ നേരത്തെ. അത്രേ പറയുന്നുള്ളൂ. അതേപോലെ തന്നെ ഞാൻ ചോദിക്കുകയാണെങ്കിൽ ഇപ്പം ഈ കേരളത്തിലെ ട്രാഫിക് റൂൾസ് നല്ലതുകൊണ്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ ബേർഡൻ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇതിലേതാണ് എടുത്ത് മാറ്റണമെന്ന് തോന്നിയിട്ടുള്ളത്? ട്രാഫിക് റൂൾസ് നല്ലതുണ്ട്, ബേർഡൻ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AI ക്യാമറാസ് വാസ് എന്താ ലാസ്റ്റ് ഗവൺമെൻറ്റിൽ ഭയങ്കര പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ളൊരു സംഭവമായിരുന്നല്ലോ. AI ക്യാമറാസ് യൂസ് ചെയ്തേക്കുന്ന റീസൺസ് നമ്മൾ സീറ്റ് ബെൽറ്റും തലയിലെ ഹെൽമെറ്റ് മാത്രമാണ് ആ AI ക്യാമറ. ഈ AI എന്ന് പറഞ്ഞ ടെക്നോളജി ആക്ച്വലി യൂസ് ചെയ്യുന്നത് സ്പീഡിങ്ങിനും യൂസ് ചെയ്യാം. ഓക്കെ, ബട്ട് അവിടെ ഒന്നും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. ഫോർ എക്സാമ്പിൾ നമ്മുടെ NH ഹൈവേയിൽ ചില സ്ഥലത്തല്ല NH ഹൈവേയിൽ എനിക്ക് തോന്നുന്നു ഇപ്പം 100 km/h LMV ലൈറ്റ് മോട്ടോർ വെഹിക്കിൾസിന് പറഞ്ഞ ഹെവി മോട്ടോർ HMVക്ക് 60 km/h ആണ് സമ്മതിക്കണേ. ബട്ട് നമ്മുടെ ഹൈവേസിലെല്ലാം വെച്ചേക്കുന്ന സ്പീഡ് ക്യാമറ ഓൺലി നോട്ട്സ് 100. അപ്പോൾ ഈ 60 കിലോമീറ്ററിൻ്റെ മേളിൽ പോകുന്ന ലോറിക്ക് ഫൈൻ ഇല്ലേ? You understood what I'm saying? 60 കിലോമീറ്ററിൻ്റെ മേളിൽ പോകുന്ന ലോറിക്ക് ഫൈൻ ഇല്ലേ? എന്തുകൊണ്ട് ഫൈൻ ഇല്ല? അപ്പോൾ MVD ഈസ് ഓൺലി ലുക്കിംഗ് അറ്റ് 100 km/h. ഇപ്പോഴത്തെ സിസ്റ്റം ഞാൻ പറയാം. ബട്ട് AI യൂസ് ചെയ്തിരുന്നെങ്കിൽ ഈ ലോറീനെ സ്പെസിഫിക് ആയിട്ട് ഫൈൻ അടിക്കാം. ഞാൻ പറഞ്ഞത് ഇപ്പം ഡെവലപ്പ് ചെയ്ത് വരും. ഇത്രയും നമ്മൾ ഈ LMV ലൈറ്റ് മോട്ടോർ വെഹിക്കിൾസിനെ ടോർച്ചർ ചെയ്തു, 100 മേളിൽ പോയി. അതിനെയും കാട്ടി എന്ത് ഡേഞ്ചറസ് ആണെന്നറിയാമോ ഈ ട്രക്കുകൾ ഹെവി ഈ ഓവർ സ്പീഡിൽ കയറി പോകണം. ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 27 m/s പോണതെന്ന്. ഒരു ലോറി ഫുള്ളി ലോഡുള്ള ടണ്ണേജ് എനിക്ക് ഓർക്കുന്നില്ല, ടണ്ണേജുള്ള വണ്ടി സ്റ്റോപ്പ് ചെയ്യാനായിട്ട് 85 meters to 165 meters വേണം ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ. 85 meters to 165 meters വേണം. 32 മീറ്ററിലാണ് ഇമ്മീഡിയറ്റ് കാൽക്കുലേഷൻ LMV സ്റ്റോപ്പ് ആവുന്നത്, ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ സ്റ്റോപ്പ് ആവുന്നത്. അപ്പം വിച്ച് ഹാസ് ടു ബി മോണിറ്റേർഡ് മോർ? They have to be monitored more. Who's been monitored? ആരെയാ കൂടുതൽ മോണിറ്റർ ചെയ്യണേ? ലൈറ്റ് മോട്ടോർസ്. This is all things that they need to change. ടെക്നോളജി യൂസ് ചെയ്തേക്കണ ഹെൽമെറ്റ് ഇത് ചെയ്യണതിന് പകരം ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ മതിയായിരുന്നു, വേറെ കുഴപ്പമൊന്നുമില്ല. സോ ടെക്നോളജി ഹാസ് നോട്ട് ബീൻ കറക്റ്റായിട്ട് നമ്മുടെ നാട്ടിൽ യൂസ് ചെയ്തേക്കുന്ന AI ക്യാമറാസിലൊന്നും ഇംപ്രസ്ഡ് ഒന്നുമല്ല. അതിൻ്റെ പ്രൈസിങ്ങോ രാഷ്ട്രീയമോ അതിൻ്റെ പിറകെ എന്തൊക്കെയോ സ്കാം എന്തൊക്കെയോ അതൊന്നും അല്ല. നമ്മുടെ ഐ എം ഓൺലി ഓട്ടോമൊബൈൽ ഗൈ ഹു ടോക്സ് അബൌട്ട് ഓൾ ദിസ്. അത് സംബന്ധിച്ചിടത്തോളം അതിന് ഇപ്പോൾ വെച്ചിരിക്കുന്ന സാധനത്തിന് പൈസ പോലും എനിക്കറിയില്ല. ബട്ട് നല്ല സാധനം വാങ്ങിച്ച് ഫിറ്റ് ചെയ്താൽ നല്ല പണിയെടുക്കും, അത് സത്യമാണ്. നല്ല സാധനം നമ്മുടെ നാട്ടിൽ ഫിറ്റ് ചെയ്തിട്ടില്ല. ഇനി ഫിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും റോങ് ഫുൾ ആയിട്ട്. ഞാൻ പറഞ്ഞില്ലേ പണ്ട് ഈ ക്യാമറ എല്ലാ ഹൈവേയിലും നമ്മൾ വെച്ചിട്ടുണ്ട്. ഈ ഹൈവേ മൊത്തം മുമ്പ് ഒരു ബോക്സ് പോലെ ഒരു സാധനം വെച്ച്. ബട്ട് അവിടെയും ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, സെറ്റ് ചെയ്ത് വെച്ചേക്കണ 100-നല്ലേ? അപ്പോൾ ട്രക്ക് 60 മേളിൽ പോയാ എന്ത് ചെയ്യും? അവിടെ ഒന്നും ഇല്ലല്ലോ, എന്ത് ചെയ്യും? അപ്പോൾ ഇഫ് ഐ ഹാവ് ടു ആസ്ക് ദ ഡിപ്പാർട്ട്മെന്റ്, ഓണറബിൾ ഡിപ്പാർട്ട്മെന്റ്, ഇതൊക്കെ എന്താ നിങ്ങൾ നോക്കാത്തെ? സോ വാട്ട് ഈസ് യുവർ എയിം? സേഫ്റ്റി ആണോ ഓർ സം അതർ തിങ് ആണോ? അവിടെ നമ്മൾ അങ്ങനെ സംസാരിച്ച വലിയ വലിയ കാര്യങ്ങളിലേക്ക് പോകേണ്ടി വരും. എന്തുകൊണ്ടായിരിക്കാം ഇത്ര സബ്ജക്റ്റിനെ പറ്റി ഇത്രയും ക്യൂരിയസ് ആയിട്ട് റിസർച്ച് ചെയ്തിട്ടുണ്ട്? ഈ ഒരു ഫീൽഡിനോട് അത്രയും ഇഷ്ടത്തോടെയാണ്? അത് അച്ഛൻ, എൻ്റെ പേഴ്സണൽ ക്വസ്റ്റ്യൻ അല്ലേ, അച്ഛൻ പണ്ടേ
ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി വർക്ക്ഷോപ്പായിരുന്നു. നമ്മൾ സൗദിയിലായിരുന്നു. അച്ഛൻ പണ്ടേ വർക്ക്ഷോപ്പായിരുന്നു. ഞാൻ ഈ വണ്ടികളുടെ ഇടയിൽ കിടന്നാണ് അച്ഛൻ എന്നെ, ഞാനൊക്കെ ഇപ്പോൾ സൗദിയിലേക്ക് ആയിരുന്നപ്പോഴത്തേക്ക് 4th സ്റ്റാൻഡേർഡ് ആയിരുന്നപ്പോൾ തന്നെ വണ്ടി ഓടിക്കും. കാരണം ഇന്നൊക്കെ ക്രൈമാണ്, അന്നൊന്നും അത് വലിയ, അച്ഛൻ്റെ വർക്ക്ഷോപ്പിലും വണ്ടി മാറ്റിയിടലും അങ്ങനെയൊക്കെ ആയിട്ട് 4th സ്റ്റാൻഡേർഡ് തൊട്ടേ ഞാൻ വണ്ടി ഓടിക്കും. വണ്ടി ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ കോളേജിൽ കയറി എഞ്ചിനീയറിംഗ് പഠിച്ചു, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്. ഈ വണ്ടി പ്രാന്ത് പിടിച്ച് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഞാൻ വീട്ടിൽ, എനിക്ക് മാർക്ക് കുറവായിരുന്നേ, അടിച്ചു പിടിച്ച് ഞാൻ മേടിച്ചും കയറിയതാണ്. എനിക്ക് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് തന്നെ പഠിക്കണമെന്ന്. കയറി കഴിഞ്ഞാൽ അറിയണേ മാത്സ് പഠിക്കണമെന്ന്. എനിക്ക് മാത്സ് അറിയത്തുമില്ല. സോ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി എഞ്ചിനീയറിംഗ് നല്ല സ്ട്രഗിളായിരുന്നു. അതുകൊണ്ട് ഓണസ്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട് ഫോർ മീ. പണി പാളി. എന്നിട്ട് സോ വാട്ട് ഹാപ്പൻഡ് ഇസ്, എനിക്കിതിൽ ഓട്ടോമൊബൈൽ റിലേറ്റഡ് സബ്ജക്ട്സ് ഭയങ്കര ഇഷ്ടപ്പെട്ട സബ്ജക്റ്റാണ്. ഓട്ടോമൊബൈൽ, വണ്ടി, അതെല്ലാം എനിക്ക് ഇഷ്ടമാണ്. പഠിക്കുകയും ചെയ്തു, പാസ്സാവുകയും ചെയ്തു. ബട്ട് വെൻ ഇറ്റ് കംസ് ടു തെർമോഡൈനാമിക്സ്, മറ്റേ ഫ്ലൂയിഡ് മെക്കാനിക്സ് ഓഫ് മെഷീൻ, അങ്ങനെ കുറേ സബ്ജക്ട്സ്, ഇതെല്ലാം ലോക തോൽവി. കാരണം മാത്സും ഫിസിക്സും കെമിസ്ട്രിയൊക്കെ പ്രോപ്പറായിട്ട് അറിയണം. ഇത് അറിഞ്ഞുകൂടാതെ പോയി ചേർന്നതാണ് ഞാൻ. സോ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഈ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കൂടെ പഠിക്കുമ്പോൾ ഒരു ഹെവി പെർസെൻറ്റേജ് ഓഫ് ഓട്ടോമൊബൈൽ ലവേഴ്സാണ്, ക്രേസാണ്, പ്രാന്താണ്. സോ നമ്മൾ ഇത് ലൈഫ് ഒരു നമ്മുടെ ഒരു ലൈഫ് പോലെ നമ്മളത്, ഇറ്റ് ഈസ് ലൈക്ക് എ പാർട്ട് ഓഫ് എ ലൈഫ്. അപ്പോൾ നമ്മൾ ഈ ചുമയൊക്കെ വരുമ്പോഴത്തേക്ക് വി യൂസ് ടു സേ, ചുമയാണോ എന്നല്ലേ നമ്മൾ ചോദിക്കണേ, നിന്റെ എയർ ഫിൽറ്റർ അടിച്ചു പോയെന്നാ ചോദിക്കണേ. അങ്ങനെ there are like certain things. അപ്പോൾ എങ്ങനെയായിരിക്കും ബോഡി പാർട്സ് ആയിട്ട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മുടെ കണ്ണുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ വിൻഡ്ഷീൽഡ്, ഹെഡ്ലൈറ്റ്. സോ അങ്ങനെയാണ്. സോ വേറെ ഏതാ ബോഡി പാർട്ട് അറിയണ്ടേ? ഞാൻ പറഞ്ഞു ഹാർട്ട്. അങ്ങനെ എന്താണ് ഹാർട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ ആൻസർ ഞാൻ പറയുമ്പോൾ, ഹാർട്ട് എന്ന് പറയുന്നത് വെഹിക്കിൾ ഇസ് ഹാർട്ട്ലെസ്. ആ ഹാർട്ട് ആരാന്നറിയോ? വി ഡ്രൈവേഴ്സ്. ഓക്കെ. അപ്പം ഒരു കിഡ്നി അങ്ങനെയൊക്കെയാണെങ്കിൽ ഫിൽറ്റേഴ്സ്, എയർ ഫിൽറ്റേഴ്സ്, ഫ്യൂവൽ ഫിൽറ്റേഴ്സ്, ഇതെല്ലാം കിഡ്നി ലിവറിന്റെ ഭാഗത്തിൽ പെടും. ദാറ്റ് മീൻസ് സെയിം ഫംഗ്ഷൻ അല്ലേ? കാലും കൈയൊക്കെ എന്തായിരിക്കും? ടയേഴ്സ്, ബോൾ ജോയിന്റ്സ്, സസ്പെൻഷൻ. അങ്ങനെ പഠിക്കാനാണ് ഈസി ആയിരിക്കും. അല്ല, ഇത് നമ്മൾ ഫ്രണ്ട്സ് ടൈം പാസിന് നമ്മൾ ഓരോന്ന് ആക്കുന്നതാ. പിന്നെ എവറിബഡി സേസ്. അപ്പൊ നമ്മുടെ മെയിൻ കമ്പോണന്റ് എഞ്ചിൻ എന്താ ഊഹിക്കാൻ പറ്റുമോ? എന്തായിരിക്കും? സ്റ്റൊമക്ക്. ബിക്കോസ് നമ്മുടെ ഫ്യൂവൽ എല്ലാം പ്രോസസ് ചെയ്യുന്ന എവിടെയാ? വയറ്റില്. സോ എഞ്ചിൻ ഇസ് സ്റ്റൊമക്ക്. ചില ആൾക്കാർ ഇങ്ങനെ ഡിബേറ്റ് ചെയ്യുമ്പോൾ ഹാർട്ട് എഞ്ചിനാണ്. അല്ല, എഞ്ചിൻ ഇസ് ഓൾവേസ് സ്റ്റൊമക്ക്. ബിക്കോസ് നമ്മുടെ ഈ ഫ്യൂവലും എല്ലാം പ്രോസസ് ചെയ്യുന്ന എവിടെയാ? വയറ്റിലല്ലേ. സോ അത് നമ്മുടെ ഒരു ചെറിയ പ്രാന്ത്, വണ്ടി പ്രാന്തം. ദാറ്റ് ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. അങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലേക്ക് ഒരു ഇൻട്രസ്റ്റ് വന്നതും ഇത്തരം കാര്യങ്ങളുടെ സംസാരം തുടങ്ങിയതും ഒക്കെ. എക്സാക്ട്ലി. ബിക്കോസ് പിന്നെ ഞാൻ ഈ ഇൻഡസ്ട്രി തന്നെ വർക്കും ചെയ്യണേ. ഓക്കെ. നമ്മൾ സംസാരിച്ച് കുറേ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചു. വീണ്ടും കണ്ടിന്യൂ ചെയ്യേണ്ടതെന്ന് പ്രേക്ഷകർ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളൊരു അടുത്ത എപ്പിസോഡുമായിട്ട് വരും. അപ്പം അതുവരെയും നമ്മൾ തൽക്കാലം ഇത് സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പം എനിക്കറിയാം, എന്നോട് ഇങ്ങോട്ട് സിമിയുടെ ചാനലിൽ ഞാൻ വരാൻ റെഡിയാണെന്ന് പറഞ്ഞ് വന്ന ഒരാളാണ്. എനിക്ക് താങ്ക് യു സോ മച്ച്. ഇത്തരം കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും. അപ്പം ഞാൻ ചാനലിൽ കൂടെ ഡിസ്കസ് ചെയ്യുന്നത് എൻ്റർടൈൻമെൻറ്റ് സെഗ്മെൻറ്റ് ഉണ്ട്, രാഷ്ട്രീയമുണ്ട്, മറ്റ് പൊളിറ്റിക്കലി അല്ലെങ്കിൽ സാമൂഹിക പ്രസക്തിയുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു സാധനം കൂടെ അടിയാണ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഒരുപാട് താങ്ക് യു സോ മച്ച്. അപ്പം കാണുന്ന പ്രേക്ഷകരും അപ്പം മോനിഷയുടെ പ്രേക്ഷകരും ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ എപ്പിസോഡ് പൂർണ്ണമായിട്ടും 2 എപ്പിസോഡ് കാണുക. കൂടുതൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.